ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പന്തലിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആ ശബ്ദമൊന്ന് ഉയർത്തി അല്പസമയം ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ മഹത്വപ്പെടുത്താം. സുവിശേഷം കാലഹരണപ്പെട്ട ഒരു സന്ദേശമല്ലാത്തതുകൊണ്ട് ഇന്ന് രാത്രിയും അത് കാലിക പ്രസക്തമായ ഒരു സന്ദേശമായി ദേശത്തിൽ പ്രതിധ്വനിക്കുവാൻ, കേൾവിക്കാരുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുവാൻ, പരിവർത്തനത്തിൻ്റെ തിരമാലകളുടെ തിരയിളക്കങ്ങൾ ഉണ്ടാകുവാൻ, പുതുജീവിതത്തിൻ്റെ പുത്തൻ പുലരിയിലേക്ക് കാലെടുത്ത് വെക്കപ്പെടുവാൻ, ചീഞ്ഞഴുകി നാറുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നിന്നും സുഗന്ധപൂരിതമായ അനുഭവത്തിലേക്കും പൂങ്കാവനത്തിലേക്കും ചില ജീവിതങ്ങൾ നടന്നെടുക്കുവാൻ, സ്വർഗം ചായ്ച്ചിന്ന് രാത്രിയിൽ ലോകരക്ഷകനായ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ഇതുവരെയും അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം അന്തരാത്മാവിലും ശരീരത്തിലും അനുഭവിച്ച് മടങ്ങിപ്പോകാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് വന്നിട്ടുള്ള സകല വിഷയത്തിനും വചനത്തിൽ കൂടെ ഉത്തരം ലഭിക്കപ്പെടുവാൻ, നാം ആരാണെന്നൊരു ബോധം ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി ഒരു ഉണർത്തുപാട്ടായി നമ്മുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുവാൻ, കാലഘട്ടത്തിൻ്റെ കാഹളങ്ങളായി തീരുവാൻ, കാലഘട്ടത്തിൽ തുയിൽ നാദങ്ങൾ ഉയർത്തുവാൻ, അന്ധകാരത്തിൻ്റെ കോട്ടക്കുട്ടങ്ങളെ ഇടിച്ചു നിരപ്പാക്കുന്ന രണകിങ്കരന്മാരായി തീരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയപ്പെട്ട് യോഗം സമാപ്തിയിലേക്ക് എത്തുവാൻ, ദേശത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്താൽ ദൈവസഭയുടെ ആണിക്കല്ലുകൾ കയറ്റപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് എത്ര പേര് പ്രാർത്ഥിക്കുന്നു. കൃപ പ്രാപിച്ചവരാരും മിണ്ടാതിരിക്കാതെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് ഇന്ന് രാത്രി ക്രൂശിത രൂപത്തേക്ക് നോക്കി ആമേ ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അരിമനാഥ, നസ്രേത്തുകാര, ഇന്ന് രാത്രി ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഉലാവിക്കൊണ്ടിരിക്കണമേ. ഈജിയൻ ദ്വീപിന്റെ കല്ലോല ജാണങ്ങളാൽ നിമണീകൃതമായ അന്തരീക്ഷത്തിൽ ആമെ കണ്ണ് കുത്തി പൊട്ടിക്കപ്പെട്ടവനായ ആത്മവ്യവസ്ഥയിൽ ആമെ കവിഴ്ന്നു കിടക്കുന്നതിന്റെ ഭക്തന്റെ മുമ്പിൽ വന്ന് ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ജീവിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിയ കർത്താവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ആദരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തിയ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഭാരത്തിന്റെ നിരാശയുടെ കാർമേഘ പടലങ്ങൾ മാറിപ്പോകട്ടെ. ദുഃഖത്തിന്റെ ഘനശ്യാമങ്ങൾ ഇന്ന് രാത്രിയിൽ ആമെ കണ്ണുനീരിൽ കൂടെ പെയ്തൊഴുകട്ടെ. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ചാലിൽ കൂടെ ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. ഹാഗറിന്റെ ദൈവം ജീവിക്കുന്നു. തിമായിയുടെ മകനായ ബർത്തിമായിയുടെ ദൈവം ജീവിക്കുന്നു. നാം ഇന്നലകളിൽ നടന്നു വന്ന വഴികളിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയം ദൈവത്തെ സന്തോഷത്തോടെ ഒന്ന് മഹത്വപ്പെടുത്താം. ലവ് യു ജീസസ്. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഇന്ന് രാത്രിയിൽ തൃക്കണ്ണിന് മുമ്പിൽ തൃക്കാൽക്കൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നിന്റെ മക്കളാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യണം, ഞങ്ങളോട് സംസാരിക്കണം. ദേശത്തിൽ ചില ജീവിതങ്ങൾക്ക്, ചില കുടുംബങ്ങൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാനുള്ള വഴികളും ജാലകങ്ങളും അവർക്ക് മുമ്പിൽ തുറന്നിടണം. ശുശ്രൂഷകൾക്ക് തടസ്സമായി അകത്തും പുറത്തും യാതൊരു വിധത്തിലുള്ളതായ അന്യ ആരാധന ശക്തികളും അന്യാത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാനിടയാകാതെ യോവിനുള്ളതെല്ലാം തീ കൊണ്ട് കാവൽ ചെയ്ത് വേലി കെട്ടിയ കർത്താവ് ഇന്ന് രാത്രി മൈതാനവും പരിസരവും തീ കൊണ്ട് അവിടുന്ന് മുദ്രയിടണം. ഊരിപ്പിടിച്ച വളമായി നിന്റെ ദൂതഗണങ്ങളെ കൊണ്ട് അവിടുന്ന് കാവൽ ചെയ്യണം. നിന്റെ ശബ്ദവും നിന്റെ സ്പർശനവും അനുഭവിപ്പാൻ ഞങ്ങളുടെ ശരീരത്തിനും അന്തരാത്മാവിനും കൃപ നൽകണം. യേശുവിൻ്റെ നാമത്തിൽ ചില വിടുതലുകൾ ഇന്ന് രാത്രിയിൽ സംഭവിക്കണം. അവിടുന്ന് അത്ഭുതം ചെയ്യും. തിരുനാമം മാത്രം മഹത്വമെടുക്കും. യേശു മിശിഹായുടെ വിലപ്പെട്ട നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രഥമ രാത്രിയിൽ തിരുവെഴുത്തിനെ ആസ്പദമാക്കി യേശു ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയെ വിളംബരം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ഈ സമ്മേളനത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ കുറച്ചു മുമ്പ് ഓർപ്പിച്ചതുപോലെ എൻ്റെ സഹോദരങ്ങളായ പാസ്റ്റർ രാജേഷ് വക്കത്തിൻ്റെയും പ്രിയപ്പെട്ട സഹോദരി വിദ്യാമകളുടെയും ഒക്കെ സംഗീത അവതരണങ്ങളാണ്. വളരെ നല്ല നിലകളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് തകർന്നു കിടക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ദൈവചൈതന്യമുള്ള ഗാനങ്ങൾ ആലപിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അവരെ ഉപയോഗിക്കുന്നു. അവരോട് ഒരുമിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതർ,
അവരും സമർപ്പിതരായ ശുശ്രൂഷാവൃന്ദങ്ങൾ തന്നെയാണ്. ഒരു സമയപരിധി വരെ സംഗീതവുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ യാത്രകൾ ഏറെ നടത്തി എന്ന ഒരു അനുഭവ പരിചയം എനിക്കുള്ളതുകൊണ്ട്, എൻ്റെ പ്രാണനെ പോലെ തന്നെ സംഗീതത്തെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ സമയത്തിൽ നിന്നും അല്പം അടർത്തിയെടുത്ത് അവർക്ക് ചില ഗാനങ്ങൾ കൂടെ ആലപിക്കാൻ അവസരം കൊടുത്തെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്തു. എന്നാൽ സംഘാടക സമിതിക്ക് മാത്രമേ ഇവിടുത്തെ സിറ്റുവേഷൻ, സമയപരിധികളെക്കുറിച്ചുള്ളൊരു തീരുമാനമെടുക്കാനായിട്ട് കഴിയൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ തുനിയുന്നില്ല. എങ്കിലും എൻ്റെ ഒരു അഭ്യർത്ഥന, എൻ്റെ പ്രഭാഷണം എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ ഞാൻ അവസാനിപ്പിച്ചാലും ഈ പ്രിയപ്പെട്ടവരുടെ ചില ഗാനങ്ങൾ കേൾക്കുവാൻ സാദരം നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ ഈ വേദിയോട് അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് അവരെ ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ. യുവജന വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനം ഇന്നുകൊണ്ട് അസ്തമിച്ചു പോകാതെ പ്രക്ഷുബ്ധമായിരിക്കുന്ന നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മത പശ്ചാത്തലത്തിൻ്റെ അവസ്ഥയിൽ സുവിശേഷത്തിൻ്റെ വിപ്ലവ ജ്വാലകൾ തീർക്കുവാൻ ദൈവം ഈ ഭക്തജനങ്ങൾക്ക്, വിശേഷിച്ച് ഈ യുവാക്കന്മാർക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഇന്നലകളിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിലനിന്നിരുന്നു. അന്ന് മാനവികതയുടെ മഹത്തായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചോതുവാൻ ജനക്കൂട്ടത്തിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ, യൗവനക്കാരൻ എന്ന നിലയിലൊക്കെ നിൽക്കാൻ എനിക്കൊരവസരം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ രചിക്കപ്പെട്ടില്ലെങ്കിലും ഈ പോയ ഏറ്റവും അടുത്ത ഇടക്കാലങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന യുവതി യുവാക്കന്മാരുടെ കരളുകൾക്ക് തുടിപ്പേകുന്ന, രക്തത്തിന് കൂടുതൽ ശക്തി പകരുന്ന, ആകാശങ്ങളിലേക്ക് മുഷ്ടികൾ വലിച്ചെറിയുവാൻ പ്രചോദനമാക്കി തീർക്കുന്ന ഒരു മുദ്രാവാക്യം ഈ സ്റ്റേജിലിരുന്നപ്പോൾ എൻ്റെ മനോമുകുരത്തിലേക്ക് ഓടിയെത്തി. അത് ഞാനൊന്ന് വിവർത്തനം ചെയ്ത് വ്യാഖ്യാനിച്ച് നമ്മുടെ ബന്ധുക്കോ സമൂഹത്തിലെ വിപ്ലവകാരികളായ യുവാക്കന്മാർക്ക് വേണ്ടി ഒന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. അണിവെച്ച അതീശത്വം എത്തുമ്പോൾ എതിരിടാൻ അണിയത്ത് തന്നെ വേണം, കർമ്മ സമരത്തിനമകത്ത് വേണം. നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ ഈ മണ്ണിനായി ചോര ചിന്തിടാൻ, നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ ഈ മണ്ണിനായി ചോര ചിന്തിടാൻ. മാറ്റി ചിന്തിക്കുമ്പോൾ ചില പദങ്ങളിൽ നമ്മുടെ പേരും നമ്മുടെ കർത്താവിൻ്റെ പേരുമൊക്കെ ഒന്ന് എഴുതി ചേർത്താൽ മാത്രം മതി. കടമെടുത്ത് പറഞ്ഞ ഒരു വാക്കാണ്, പക്ഷേ അതിൽ കാര്യമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മതഭ്രാന്തന്മാരും കാപാലികന്മാരും പാപത്തിൻ്റെ ആ സിംഹാസനത്തിലിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിൽ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ നൈർമല്യതകളെ നശിപ്പിച്ചുകൊണ്ട്, നമ്മുടെ യുവതി യുവാക്കന്മാരെ ലഹരിയുടെ അടിമത്തത്തിലേക്ക് അട്ടിമറിച്ചുകൊണ്ട്, ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ താല്പര്യപ്പെടാതെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വസുന്ദരമായിരിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥകൾക്ക് താല്പര്യപ്പെടാതെ എന്തിനൊക്കെയോ വേണ്ടി മനുഷ്യജീവിതങ്ങളെ അലങ്കോലമാക്കി അതിനെ അസ്വസ്ഥമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവരിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കൾക്കെതിരെ നമുക്ക് ഒരു ഉണർത്തുപാട്ടായി, പടകമായി ഉണർന്നു പാടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ക്രിസ്തു കൃപയിൽ ആശ്രയിക്കുക, അവിടുത്തെ രക്ഷാപദ്ധതിയുടെ വചനങ്ങളെ കരങ്ങളിൽ എടുക്കുക, അവിടുത്തെ വിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെടുക. നമുക്കൊരിക്കലും നാം എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരിച്ചേരയാൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തെയാണ്. അങ്ങനെയുള്ള ഞാനും നിങ്ങളുമൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അരാജകത്വത്തിനെതിരെ വടിയും വാളും വെല്ലുവിളികളുമായി ഈ തിരുവീതികളെ സമരപ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളെ തീർത്തുകൊണ്ട് ഇവിടുത്തെ പൊതു സ്ഥാപനങ്ങളെ ആക്രമിച്ച് പൊതു വസ്തുതകളെ നശിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രത്യാക്രമണമോ റിബൽ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനങ്ങളും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾക്കതിനുള്ള സംസ്കാരമല്ല, നമ്മൾക്കതിനൊരിക്കലും സാധിക്കുകയുമില്ല. എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദുർനടപടികൾക്ക് നേരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ നമുക്ക് കഴിയണം. അത് യേശുക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ
കൃത്യമായ പ്രത്യാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന് പറയുന്ന 100 വർഷം പൈതൃകം നിലനിൽക്കുന്ന, പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ യുവാക്കന്മാരോട് ചേർന്ന് ഇതര പെന്തക്കോസ്ത് സമൂഹത്തിലെ പ്രിയപ്പെട്ടവർക്ക് വിഭാഗിത ചിന്താഗതികളില്ലാതെ, മറ്റൊരു യാതൊരു വിധത്തിലുള്ളതായ മാറ്റി നിർത്തലുകളും അവഗണനകളും ഇല്ലാതെ ഒരുമിച്ച് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി അടരാടുവാൻ, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുവാൻ, നശിക്കുന്ന ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് കൊള്ള ചെയ്യുന്ന കൊള്ളക്കാരായി തീരുവാൻ അണിനിരക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണ ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. BFM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും അത്തരത്തിലുള്ള പാരമ്പര്യം പറയാനുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിലെ മുൻനിര പ്രവർത്തകനായ എബനേസർ അച്ചടക്കമുള്ള ചില എൻ്റെ വളരെ ബഹുമാനത്തോടെ ഞാൻ സ്നേഹിതരായി കണക്കാക്കുന്ന പ്രിയപ്പെട്ടവരിവിടെ വന്നിട്ടുണ്ട്. അവരുടെ പല യോഗങ്ങളിലും ഞാൻ യുവജന പ്രസ്ഥാനം നടത്തിയ യോഗങ്ങളിൽ ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവരും ഇന്ന് ഈ രാത്രി ഇവിടെ വന്നതുകൊണ്ട് പ്രത്യേകം വന്ദനം ഞാൻ അവർക്ക് പറയുകയാണ്. ഈ പ്രസംഗം കേൾക്കാനായി പലയിടങ്ങളിൽ നിന്ന് ഓടിയെത്തിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സ്നേഹിച്ചതുകൊണ്ടോ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടോ അല്ല. അതിനപ്പുറമായി യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു തരംഗമായി ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. യേശുവിനോടുള്ള സ്നേഹം മാത്രമല്ല, നമുക്ക് നമ്മുടെ രാജ്യത്തോടും ഒരു സ്നേഹം ഉണ്ടാകണം. ഉദ്ഘാടകൻ പറഞ്ഞൊരു പ്രസ്താവനയെ അദ്ദേഹത്തിൻ്റെ മൗന അനുവാദത്തോടു കൂടി ഇന്ന് തിരുത്തുവാൻ താല്പര്യപ്പെടുന്നു. അത് അദ്ദേഹത്തെ ബഹുമാനിക്കാത്തതുകൊണ്ടും സ്നേഹിക്കാത്തതുകൊണ്ടുമല്ല. പെന്തക്കോസ്ത് തലമുറയിലെ 4ാമത്തെ തലമുറയായി നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എന്നിരിക്കലും നടത്തിയ പ്രസ്താവനയോട് എൻ്റെ ഒരു അഭിപ്രായം പൊതുവിൽ തന്നെ ഞാൻ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഒരിക്കലും സുവിശേഷം അതിൻ്റെ ആ മങ്ങൽ ഏറ്റിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുവിശേഷത്തിൻ്റെ കാലിക പ്രസക്തി നശിച്ചിട്ടില്ല. സുവിശേഷത്തിൻ്റെ എതിർപ്പുകൾ എക്കാലത്തെ കഴിഞ്ഞ് ഉപരിയായി ഈ കാലഘട്ടത്തിൽ ഏറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇതൊരു കാട്ടുതീതിയായി അനുദിനവും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുട്ടുചാമ്പലാക്കാൻ ശ്രമിക്കുന്നതായ ആളുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്നും, ആ ചാരക്കൂമ്പാരത്തിൽ നിന്നും ഫീനിസ് പക്ഷിയെ പോലെ ഉയർക്കൊള്ളുന്ന ആയിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇതിനെ വാളുകൊണ്ടും വടികൊണ്ടും വെല്ലുവിളികൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുള്ളവരെല്ലാം കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു പോയപ്പോൾ അവരുടെ പേരുകൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് പോലും ഇടവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടാതെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് മാറിയപ്പോൾ അജയ്യമായി ഇന്നും വെൺകൊടി അതിൻ്റെ വിജയത്തിൻ്റെ കൊടികൾ പാറിപ്പറപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന് നെറുകയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാശയമുണ്ടെങ്കിൽ അത് സുവിശേഷത്തിൻ്റെ ആശയം മാത്രമാണ്. അത് വിശ്വസിക്കുന്നവർ അഭിമാനത്തോടെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കരയേറ്റാം. സുവിശേഷത്തെ ആരെങ്കിലും അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പ്രസ്താവിക്കാനും കൂടെയിട്ടാണ് ഈ രാത്രിയിലെ സുവിശേഷ സമ്മേളനത്തിന് 7.5 മണിക്കൂർ യാത്ര ചെയ്ത് ഈ പന്തലിൽ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേതെങ്കിലും ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ആവിഷ്കരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ആശയമല്ല. അതിനപ്പുറമായി ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഒറ്റ വാക്കിനാൽ ഈ കാണുന്ന അഖില പ്രപഞ്ചങ്ങളും സൃഷ്ടിക്കാൻ കരുത്തുള്ള, സകലത്തിന്റെ ഉടവനും നിയന്ത്രിതാവും, മുഖപക്ഷം നോക്കാതെ സകലത്തിനെ ന്യായം വിധിക്കാൻ കരുത്തുള്ള, മരിച്ചിട്ടും മരണത്തിന്റെ ആ മണ്ണിനടിയിൽ നിന്നും ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക്, ചരിത്രത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ, നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ടുള്ള നമ്മുടെ ആരാധനായിരിക്കുന്ന യേശു ക്രിസ്തു വിഭാവനം ചെയ്തതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഒരു കെട്ടുകഥയല്ല, സുവിശേഷം ഒരു ഉട്ടോപ്യൻ ചിന്താഗതിയല്ല, സുവിശേഷം ഒരു സൈദ്ധാന്തികമായ കേവലം ഒരു സിദ്ധാന്തമല്ല, സുവിശേഷം ഏതെങ്കിലും ഒരു കിഴവിക്കഥയല്ല. ഇതൊരു മിത്തല്ല, ഇതൊരു ചരിത്രമാണ്, ഇതൊരു സത്യമാണ്, ഇത് ജീവൻ തുടിക്കുന്നതാണ്, ജീവിപ്പിക്കാൻ കഴിയുന്നതാണ്, പരിവർത്തനത്തിന് തിരികൊളുത്താൻ കഴിയുന്നതായിരിക്കുന്ന ഒരു വെടിമരുന്നാണ്. ഇന്ന് രാത്രിയിൽ അതിനിവിടെ തീ കൊളുത്തപ്പെടുമ്പോൾ ഉഗ്രസ്ഫോടനം സമൂഹത്തിൽ നടക്കുമെന്ന്, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മാനസാന്തരത്തിന്റെ വെള്ളിടികൾ വെട്ടുമെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ കരമടിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രതികരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ചത്തവന്റെ മുമ്പിലല്ല നമ്മൾ വന്നിട്ടുള്ളത്, ജീവിക്കുന്നവന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ജീവനുള്ള കല്ലായി അവനോട് ചേർന്നിരുന്നാൽ ലഭിക്കപ്പെടുന്ന ജീവന്റെ അടിസ്ഥാനത്തിൽ ആ ജീവന്റെ ചൈതന്യം ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഒന്ന് വ്യാപരിച്ചിറങ്ങേണ്ടതിന് പ്രാർത്ഥനാ പോരാളികളായി ഈ സുവിശേഷ പ്രഭാഷണത്തിനോട് സഹകരിക്കണമെന്ന് സവിനയം ആവശ്യപ്പെട്ടുകൊണ്ട്
ഞാൻ എൻ്റെ പ്രഭാഷണ ചിന്തയിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ കൃത്യമായി ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, ബൈബിൾ മൂല്യതയുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതൊരു കേവലം ഒരു മതപുസ്തകമല്ല, കേവലം ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പുസ്തകമല്ല. ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട്, ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇത് മൂല്യതകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പുസ്തകമാണ്. ബൈബിളിന് 2 ഭാഗമാണുള്ളത്. ഒന്നാമത്തെ ഭാഗത്തിന് പഴയ നിയമമെന്നും രണ്ടാമത്തെ ഭാഗത്തിന് പുതിയ നിയമമെന്നും പേര് വിളിക്കപ്പെടുന്നുണ്ട്. പഴയ നിയമം എടുത്ത് പഠിച്ചു നോക്കിയാൽ ഒരു മതഗ്രന്ഥമായിട്ട് ഒരു പക്ഷെ നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ പുതിയ നിയമത്തിന്റെ ഭാഗത്തിലേക്ക് ഒരു ഭക്തൻ, ഒരു മനുഷ്യൻ ഒരു നയനപ്രദർശനം നടത്തിയാൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട് നിൽക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ഇത് മതഗ്രന്ഥമല്ല, ഇത് മനുഷ്യ വിമോചനത്തിന്റെ മാർഗത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. വിമോചന ഗ്രന്ഥമായി ഉലകത്തിൽ നിലകൊള്ളുന്ന, 1-ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന, ഇതുവരെയും ആർക്കും തിരുത്താൻ കഴിയാത്ത, ഇനി ആർക്കും തിരുത്തുവാനായി ശ്രമിച്ചാലും നടക്കാൻ പോകാത്ത ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ മൂല്യത, ഇതിന്റെ അടിസ്ഥാന സന്ദേശം പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ഒന്നേയുള്ളൂ. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ബൈബിളിന്റെ ആത്യന്തിക സന്ദേശം എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്ന അമൂല്യമായ രാഷ്ട്രീയ, സാമൂഹിക, മാനസിക, ആത്മീയ വ്യവസ്ഥയാണ് എന്നുള്ളതാണ് ബൈബിളിന്റെ പ്രത്യേകത. രഹസ്യം മനസ്സിലായവർ മാത്രം ആ കരമൊന്ന് ഉയർത്തി കർത്താവിനിടയ്ക്ക് സ്തോത്രം ചെയ്യണം. മനസ്സിലാക്കാത്തവർ അവിടെ ഇടയ്ക്കിരുന്ന് ഉറങ്ങിയാലും എനിക്ക് പരാതിയൊന്നുമില്ല. എൻ്റെ പ്രഭാഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താതിരുന്നാൽ മാത്രം മതി. ഇവിടെയെങ്കിലും ഉറങ്ങണം, ഇവിടെയെങ്കിലും നിങ്ങൾ ചിരിക്കണം, ഇവിടെയെങ്കിലും ശാന്തമായിട്ട് നിങ്ങൾ ഇരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പക്ഷെ മനസ്സിലായവർ തിരിച്ചൊരു പ്രതികരണം നടത്തുന്നത് ഒരു സ്തുതി കരമൊന്ന് ഉയർത്തി പറയുന്നതിൽ കൂടെ ആകുമ്പോൾ അത് എനിക്കും കർത്താവിനും ഏറെ സന്തോഷമാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബൈബിളിന്റെ ആകെ തുക, അല്ലെങ്കിൽ ബൈബിളിന്റെ ആത്യന്തിക സന്ദേശം ദൈവരാജ്യം എന്ന് പറയുന്നതാണ്. എന്താണ് ദൈവരാജ്യം എന്നതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലഘു പ്രഭാഷണമാണ് ഇന്ന് രാത്രി ഞാൻ നടത്തുന്നത്. അതിന് കാരണം അതിനുള്ള സമയം എനിക്ക് തന്നിട്ടുള്ളൂ. ദയവായി വിളിക്കുന്നവർ എനിക്ക് സമയം തരണം. സമയം തന്നില്ലെങ്കിൽ വിളിക്കരുത്. ചെറിയ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ അറിവിൻ്റെ വലിയ നിറകുടമായിട്ടൊന്നുമല്ല, അത്രയധികം അനുഭവം എനിക്കുണ്ട്, അത്രയധികം ആവേശമുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ. മറ്റാരെ കഴിഞ്ഞും പറയുന്നതിനെ കഴിഞ്ഞപ്പുറമായി, മറ്റാരെ കഴിഞ്ഞും എഴുതുന്നതിനെ കഴിഞ്ഞപ്പുറമായി, മറ്റാരെ കഴിഞ്ഞും പാടുന്നതിനപ്പുറമായി യേശുവിനെ കുറിച്ച് പാടുകയും പറയുകയും എഴുതുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും നിങ്ങൾ മാറി ചിന്തിക്കരുത് എന്ന് വളരെ സവിനയമായി നിങ്ങൾക്ക് മുമ്പിൽ ഓർപ്പിക്കുകയാണ്. ആമേ. ബൈബിൾ വിഭാവന ചെയ്ത കാലിക പ്രസക്തമായിരിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് സദ്വർത്തമാനമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന, പഠിക്കാൻ കൊള്ളാവുന്ന, വായിക്കാൻ കൊള്ളാവുന്ന, അനുഭവിക്കാൻ കൊള്ളാവുന്ന, അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്നതായ മഹത്തായിരിക്കുന്ന ഒരു ആശയമാണ് സുവിശേഷം. സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നതാണെന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ഒരു ചരിത്ര സംഹിതയാണ്. എങ്കിലും അതിനെ എല്ലാം കൂടെ ആകത്തുകയാക്കി രക്തചുരുക്കമായി യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രൈസ്തവ ഗോളത്തിൽ അറിയപ്പെടുന്ന യുഗപ്രഭാവനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവതരിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ നിജപുത്രനായ, തൻ്റെ ശിഷ്യനായ തിമത്തിയോസിന് എഴുതുന്ന കത്തിലാണ് താൻ അത് രേഖപ്പെടുത്തിയത്. എഴുതിയ ആളിൻ്റെ പേര് പൗലോസ് എന്നാണ്. ഒരു മതഭ്രാന്തനായി 30 വയസ്സുകാരനായി വീടുകൾ കയറി ഇറങ്ങി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിച്ചുകൊണ്ട് നൂതന ആശയവും മതവുമായിരിക്കുന്ന നസ്രായ മതത്തിന്റെ അടിവേരുകളെ അറുത്തുമാറ്റുവാൻ വേണ്ടി അധികാരികളിൽ നിന്നും അധികാരപത്രം കയ്യിലേന്തിക്കൊണ്ട് ഡെമസ്കോസിൽ ലക്ഷ്യമാക്കി, യെരുശലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ കാലപ്രവാഹത്തിൽ, കാലത്തിന്റെ കുത്തൊഴുക്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ അവൻ നിബദിക്കുമ്പോൾ, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒടുവിൽ ആ ക്രിസ്തുവിന്റെ അരിമശിഷ്യനായി ഉലകത്തെ മുഴുവൻ ഉഴുതുമറിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചതായിരിക്കുന്ന ആ പൗലോസ് തൻ്റെ ജീവിതത്തിന്റെ അവസാന സായാഹ്ന കാലഘട്ടത്തിൽ കാരാഗ്രഹത്തിന്റെ ആ കരിങ്കൽ ഭിത്തിയോട് ചേർന്ന് കാരിരുമ്പിന്റെ ചങ്ങലുകളാൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ അദ്ദേഹം തന്നെ നിജപുത്രന് കൈമാറുന്ന കത്തിൽ ഇങ്ങനെ പറയുന്നു: സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഒറ്റവാക്ക് പറയാം, ദാവീദ് പോകട്ടെ, അബ്രഹാം പോകട്ടെ, ഇസ്ഹാക്ക്, യാക്കോബും ഒക്കെ അവിടെ നമുക്ക് മറന്നു കളയാം. പക്ഷെ മറന്നു കളയാതെ എടുത്തെടുത്ത് പറയേണ്ട ഒരു പദമാണ്, ഒരു പല്ലവിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, മറ്റൊന്നും സുവിശേഷമല്ല. യേശു ക്രിസ്തുവാണ് സുവിശേഷം. ആ സുവിശേഷം മാനവികതയുടെ സന്ദേശമാണ്, മനുഷ്യത്വത്തിന്റെ സന്ദേശമാണ്.
മനുഷ്യന്റെ വ്യക്തിത്വത്തിന് പ്രാധാന്യത കൊടുക്കുന്ന സന്ദേശമാണ് സുവിശേഷം. റോമൻ കൊളോണിയൻ വ്യവസ്ഥകൾ നിലനിന്ന കാലഘട്ടത്തിൽ മതങ്ങളുടെ മാതാവായിരിക്കുന്ന യഹൂദ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊടികുത്തിമാണതായ കാലഘട്ടത്തിൽ യവനായ സംസ്കാരത്തിന്റെ പൈതൃകങ്ങൾ നിറഞ്ഞു നിന്നതായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ യവനായ സംസ്കാരത്തിനോ റോമൻ മതത്തിനോ റോമൻ രാഷ്ട്രീയത്തിന് യഹൂദ മത പശ്ചാത്തലങ്ങൾക്കോ മറ്റ് വൈജ്ഞാനിക മേഖലകൾക്കോ ഒന്നും മനുഷ്യനെന്ന് പറയുന്ന പരമപ്രധാനമായിരിക്കുന്ന വസ്തുതകൾക്ക് പ്രാധാന്യത കൊടുക്കാൻ കഴിയാതെ അധികാരത്തിനും പ്രസ്ഥാനത്തിനും പണത്തിനും സമൂഹത്തിലെ സ്വാധീനത്തിനും വേണ്ടി നരമായാട്ട് നടത്തുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന കോടാനുകോടി ജനങ്ങളുടെ ആശകളെയും ആഗ്രഹങ്ങളെയും പാർശ്വവൽക്കരിച്ചിട്ട് അല്ലെങ്കിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ ചപ്പും ചവറുമെന്നും എണ്ണി മാറ്റി നിർത്തിയ കാലഘട്ടത്തിൽ അധ്വാനിക്കുകയും ഭാരതമക്കളായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവരെന്ന് പറഞ്ഞുകൊണ്ട് മാനവികതയുടെ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ച് ജനത്തിനിടയിലേക്ക് അവതരിച്ചവനാണ് നമ്മുടെ ആരാധനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. സുവിശേഷത്തിനൊരു മാനവികതയുടെ സ്വഭാവമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മാനവികത എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ആ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദമാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ അവനൊരു വ്യക്തിയാണ്. ആശകളും ആഗ്രഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിത്വം. മറ്റേത് സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി, സൃഷ്ടികളിൽ മണിമകുടമായി, ഒന്നുകൂടി ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ. അവനൊരു വ്യക്തിത്വമുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ അവന് സ്വാതന്ത്ര്യമുണ്ട്. അവന് വിചിന്തനം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവന് മനുഷ്യൻ എന്ന് പേരിട്ടിട്ടുള്ളത്. മനുഷ്യൻ എന്ന വാക്കിനർത്ഥം മനനം ചെയ്യുവാൻ കഴിവുള്ളവൻ, ചിന്തിക്കാൻ കഴിവുള്ളവൻ എന്നാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ വണ്ണം അവനെ പല നിലകളിൽ അടിമകളാക്കി അവനെ കാരിരുമ്പുകൾ കൊണ്ട് ബന്ധിച്ച് താഴ്ചുവട്ടിലിട്ട് ചവിട്ടിമെടുക്കുന്ന കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു മാനവികതയുടെ മുദ്രാവാക്യത്തെ 120 കിലോമീറ്റർ മാത്രം നീളമുള്ളതായിരിക്കുന്ന പാലസ്തീന്റെ മണ്ണിൽ ഉറക്കെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഇന്നും അസ്തമിച്ചു പോയിട്ടില്ല. കാലങ്ങളെ താണ്ടിക്കൊണ്ട് കഴിഞ്ഞ 2025 വർഷമായി ഇന്നും അത് ഉലകത്തിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സുവിശേഷത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോടൊന്നല്ല, ഈ ശബ്ദം കേൾക്കുന്ന സകല ഇടത്തോടും അവസാന ശ്വാസം പോകും വരെ ഞങ്ങൾ വിളിച്ചു പറയും, മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല. അത് ചേർന്ന് വിശ്വസിച്ച് ആമേൻ പറയാൻ കരുത്തുള്ളവർ അക്കരം അടിച്ചത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. സുവിശേഷത്തിന് മാനവികതയുടെ സ്വാധീനം. അപ്പോൾ ബൈബിളിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സുവിശേഷം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഒരുക്കുന്നതായ രക്ഷാപദ്ധതി സാർവത്രികമാണ്. ജാതിയോ മതമോ നിറമോ കുലമോ ഗോത്രമോ അല്ലെങ്കിൽ മണ്ണിന്റെ വ്യത്യാസങ്ങളോ അകലങ്ങളോ സമയപരിധികളോ ഒന്നും നോക്കാതെ അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിൽ മനുഷ്യനായി ജനിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി സ്വായത്തമാക്കാൻ കഴിയുന്ന രക്ഷയുടേതായ സന്ദേശങ്ങൾ യേശുക്രിസ്തു ഉലകത്തിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതി ഒരു സാർവത്രിക സന്ദേശമായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സാർവത്രിക സന്ദേശം ആയതുകൊണ്ടാണ് ഈ പന്തലിന് കീഴിൽ ഓരോ കാലഘട്ടത്തിൽ വിവിധ വിശ്വാസ പ്രമാണത്തിന്റെയും ഗോത്രത്തിന്റെയും ജീവിത രീതികളുടെയും പാരമ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനിച്ച് ജീവിച്ചതായ നമ്മൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇവിടെ വന്നിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇവിടെ വിഭാഗിത ചിന്താഗതികളില്ല. ഒരു കുടക്കീഴിൽ അണിനിരന്നിരിക്കുന്ന ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നമ്മളായി തീർന്നതിന് പിന്നിലെ കാരണം സുവിശേഷത്തിന്റെ സാർവത്രിക സ്വഭാവത്തിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. അതുമാത്രമല്ല, സുവിശേഷത്തിന്റെ വിമോചനം എന്ന് പറയുന്ന ആശയത്തിനൊരു വിശാലതയുണ്ട്. സുവിശേഷം വിഭാവനം ചെയ്യുന്ന വിമോചന ആശയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടല്ല, അത്തരത്തിലൊരു ആശയത്തിൽ നിന്നുകൊണ്ടല്ല. വിമോചനം എന്ന് പറയുന്ന പദത്തിന് രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യതയുണ്ട്. വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിന് അത്തരത്തിലൊരു ചരിത്രമുണ്ട്. അതിന്റെ 76ാമത്തെ ഓർമ്മ പുതുക്കലിലേക്കാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മൾ പ്രവേശിക്കുവാനായിട്ട് കാത്തിരിക്കുന്നത്.
വിമോചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഒരു രാഷ്ട്രീയ വിമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിനെ മാത്രം ഉൾക്കൊള്ളുന്നതായ ഒരു പ്രക്രിയയാണ്. എന്നാൽ ബൈബിൾ വിഭാവനം ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തിന്റെ വിമോചനം മാത്രമല്ല, സകല മനുഷ്യകുലത്തെയും ഉള്ളടക്കം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ വിമോചനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയത്തെയാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ബൈബിളിനെ മറ്റ് മതഗ്രന്ഥങ്ങൾ വ്യത്യസ്തമാക്കുന്നത്. എന്താണ് ബൈബിൾ അവതരിപ്പിക്കുന്ന വിമോചന പ്രക്രിയ, അല്ലെങ്കിൽ ഏത് അവസ്ഥകളിൽ നിന്നുമാണ് മനുഷ്യന് വിമോചനം ഉണ്ടാകേണ്ടത്? അത് മറ്റൊന്നുമില്ല, മനുഷ്യൻ അനുഭവിക്കുന്ന സകല നരകയാതനകളും വേദനകളും ദുഃഖങ്ങളും, അവൻ അനുഭവിക്കുന്ന സകല കഷ്ടതകളും അതിൻ്റെ കാരണങ്ങൾ ഗ്രഹപ്പിഴയല്ല, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ജാതകത്തിന്റെ പ്രശ്നങ്ങളല്ല, മറ്റേതെങ്കിലും കാര്യങ്ങളൊന്നുമല്ല. അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മായാ അനുഭവത്തിലേക്ക് മടക്കി വിടുന്നതായ ചില ചിന്താഗതികളും ആശയങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊട്ടും തുലം കുറവില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായിരിക്കുന്ന വസ്തുത. എന്നാൽ ബൈബിൾ അവതരിപ്പിക്കുന്നു തന്റെ ജന്മത്തിന്റെ ഏതെങ്കിലും പ്രത്യേകതകൾ കൊണ്ടല്ല, ഏതെങ്കിലും പ്രത്യേക കുലത്തിൽ ജനിച്ചത് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സമയ പരിധിയിൽ ജനിച്ചു പോയത് കൊണ്ടല്ല, മറ്റേതെങ്കിലും കാര്യം കൊണ്ടല്ല. മനുഷ്യൻ അവൻ വേദനയ്ക്ക് വേണ്ടി, കഷ്ടതയ്ക്ക് വേണ്ടി പിറക്കപ്പെട്ടതും ആ നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നത്. മറിച്ച് മനുഷ്യനിലേക്ക് ചെക്കേറിയ പാപമെന്ന് പറയുന്ന ഒരു കറുത്ത വ്യവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതത്തെ ആകമാനം തകിടം മറിച്ച് കളഞ്ഞത്. ആ പാപത്തെ മുച്ചോടെ മുടിക്കാൻ വേണ്ടി ഉലകത്തിലേക്ക് ദൈവമായ കർത്താവ് അവതരിപ്പിച്ച ആശയമാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ സത്യം. അതിനെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ പ്രസ്താവിച്ചു, ഞാൻ ആമേൻ സാത്താന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. സാത്താൻ എന്ന് പറയുന്ന കറുത്ത വ്യവസ്ഥ ദൈവത്തിനും മനുഷ്യനും പ്രപഞ്ചത്തിനും തന്നെ എതിരായിട്ട് നിൽക്കുന്ന ഒരു കറുത്ത വ്യവസ്ഥ. ആ കറുത്ത വ്യവസ്ഥയുടെ അവൻ മുമ്പോട്ട് വെച്ചതായിരിക്കുന്ന ആശയമാണ് പാപമെന്ന് പറയുന്നത്. ദൈവത്തോടുള്ള മത്സര ചിന്താഗതിയിൽ നിന്ന് മുരിത്തിരിഞ്ഞതായ അനുഭവങ്ങൾ, അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനിയായിരിക്കുന്ന മനുഷ്യനിലേക്ക് ചെക്കേറുകയും അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്നതായിരിക്കുന്ന മനുഷ്യന് നേരിടുന്നതായിരിക്കുന്ന പ്രതിസന്ധികൾ പാപത്തിന്റെ ഫലമായി ലഭിക്കപ്പെട്ടതാണെന്ന് ബൈബിൾ അവതരിപ്പിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നമ്മുടെ വിമോചനം കൊടുക്കുവാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് നിന്ന് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നുവെന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായിരിക്കുന്ന വചനമാകുന്നുവെന്നത്. അപ്പോൾ ബൈബിൾ ഒരു മികച്ച വിമോചന ആശയമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു വാക്യം വായിച്ച് തുടർന്നുള്ള സമയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആ വിശദീകരണത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ അവതരിപ്പിക്കുന്നതായിരിക്കുന്ന രക്ഷ അത് ഭദ്രതയുള്ള രക്ഷയാണ്. ആ രക്ഷയെന്ന് പറയുന്നത് അവന്റെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം, മരണം പ്രവേശിക്കാനുള്ള കാരണം പാപമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പാപം വിഭാവനം ചെയ്ത മരണമെന്ന് പറയുന്ന മനുഷ്യന്റെ അവസാനത്തെ ശത്രുവായിരിക്കുന്ന ആ ശത്രുതയുടെ കോട്ടക്കൊത്തലങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന മാർഗം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വിമോചനത്തിന്റെ മോക്ഷപ്രാപ്തിയുടെ ആ ജനമൃതി സർക്കിളിനെ കുറിച്ചുള്ളതായ വിവിധ ചിന്താധാരകൾ ഈ ഭാരതീയ ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിനെയെല്ലാം വലിച്ചിഴച്ച് എൻ്റെ പ്രസംഗത്തിൽ കൂട്ടിക്കുഴച്ച് ഞാൻ നിങ്ങളെ ഒരു ആകുലചിത്തരാക്കാനായിട്ട് താല്പര്യപ്പെടാതെ ബൈബിളിനെ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് ബൈബിളിൻ്റെ ആധികാരികതയെ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിൽ കൂടെ മനുഷ്യന് ലഭ്യമാകുന്ന രക്ഷ സൗജന്യമാണ്. ആ രക്ഷാ പദ്ധതി ഭദ്രമായിരിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ യേശുക്രിസ്തുവിൽ കൂടെ പാപത്തിന്റെ കഠോരമായിരിക്കുന്ന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ആ സൗജന്യമായി കിട്ടിയതായിരിക്കുന്ന രക്ഷയെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതായിരിക്കുന്ന അവസരവും അവന് മുമ്പിലുണ്ട്. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപമെന്ന് പറയുന്ന കറുത്ത വ്യവസ്ഥകൾ കടിമപ്പെട്ടു പോയ മനുഷ്യനെ പാപത്തിന്റെ ചേറ്റുകൂമ്പാരത്ത് രക്ഷിക്കുവാൻ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. ബൈബിൾ പറയുന്നു യേശുക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. പിന്നീട് വചനം പറയുന്നു മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നിനക്ക് ജീവകിരീടം ലഭിക്കുമെന്നാണ്. പക്ഷേ മുമ്പോട്ടുള്ള ജീവിത പ്രയാണത്തിനിടയിൽ ലോകം, ജഡം, പിശാച് എന്ന് പറയുന്ന മൂന്ന് വ്യവസ്ഥകളുടെ പ്രത്യാക്രമണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ മനുഷ്യൻ ജഡമോഹങ്ങൾക്കും കൺമോഹങ്ങൾക്കും ജീവനത്തിന്റെ പ്രതാപനത്തിനും മുമ്പിൽ മുട്ടുമടക്കി വിധേയപ്പെട്ടു പോകുമ്പോൾ അവന് ലഭ്യമായ സൗജന്യമായ ഈ ക്രിസ്തു വിഭാവന ചെയ്ത രക്ഷ അവന് നഷ്ടപ്പെട്ടു പോകുകയാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഈ ആധാരം അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം വെക്കുന്ന രണ്ട് കൂട്ടരെയാണ്. ഒന്ന്, ഇന്നും പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ സുവിശേഷം കേൾക്കുന്നുവെങ്കിൽ അവർ യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതിയുടെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കണം. രണ്ടാമത്തെ ആളുകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യേശുവുമായി ബന്ധപ്പെട്ട് നല്ല ജീവിതം ചെയ്തുകൊണ്ട് ഒരു മികച്ച പൗരനായി, ഒരു മികച്ച മനുഷ്യനായി, നല്ല ആത്മീയനായി, ഒരു നല്ല സ്വഭാവമുള്ളവനായി, ദൈവ ചൈതന്യമുള്ള ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് ഏതെങ്കിലും ജീവിതത്തിന്റെ അപസ്വൃതികൾക്ക് മുമ്പിൽ താളപ്പിഴകൾ സംഭവിച്ച് ജീവിതത്തിന് നടനവേദിയിൽ ഇടറി വീണ് ഇന്ന് ദൈവമായിട്ട് ബന്ധമില്ലാതെ കാട്ടുപൊന്തകൾക്കുള്ളിൽ ആരെങ്കിലും കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ അവരും മടങ്ങി വരണമെന്നൊരാഗ്രഹം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എന്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. പാപിയെ നീ മടങ്ങി വരിക, പിന്മാറ്റക്കാരാ നീ മടങ്ങി വരിക. വിശ്വാസിയായി ഇന്ന് രാത്രിയിൽ നീ ഒരിക്കൽ കൂടെ ശക്തി പ്രാപിച്ച് മടങ്ങിപ്പോക. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ, നമുക്ക് ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് തുടർ ചിന്തകളിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. അനുഗ്രഹീതനായ ദൈവഭൃത്യൻ തന്റെ ശബ്ദത്തിൽ കൂടെ ആ മഹത്തായിരിക്കുന്ന വാക്യം നമ്മൾ വായിച്ചു കേൾപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. വിശുദ്ധ ബൈബിളിൻ്റെ 2-ാമത്തെ ഭാഗമാണ് പുതിയ നിയമമെന്ന് എൻ്റെ ആമുഖത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി. പുതിയ നിയമത്തിൻ്റെ പ്രഥമ ഭാഗം മത്തായി, പിന്നീട് മർക്കോസ്, പിന്നീട് ലൂക്കോസ്, പിന്നീട് യോഹന്നാൻ എന്ന് പറയുന്ന 3 വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ ചരിത്ര രചനയുമാണ്. ഈ 4 പേരും മുൻപോട്ട് വെക്കുന്നതായ സത്യാവസ്ഥ യേശുക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനും ഏക സത്യ നിത്യദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ജീവിത ചരിത്രമാണ്. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുകയും 3.5 വർഷം പാലസ്തീൻ്റെ മണ്ണിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ ജീവിതത്തിൻ്റെ താൻ വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണമായിട്ടാണ് ഈ പുതിയ നിയമത്തിൻ്റെ പ്രഥമ ഭാഗമായ ഈ 4 പുസ്തകങ്ങൾ നിലകൊള്ളുന്നത്. അതിൽ മത്തായി യേശുക്രിസ്തുവിനെ രാജാവായും, മർക്കോസ് യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ദാസനായും, ലൂക്കോസ് ഒരു നല്ല മനുഷ്യപുത്രനായും, യോഹന്നാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ യേശുക്രിസ്തുവിനെ സാക്ഷാൽ ദൈവപുത്രനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സമവീക്ഷണ സുവിശേഷം എന്ന് പറയുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസിൽ കാണാത്തതായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ യോഹന്നാൻ തൻ്റെ രചനയിൽ കൂടെ എഴുതി ചേർക്കുന്നുണ്ട്. അതിനു കാരണം മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ പരിചിതരാണെങ്കിൽ പോലും യേശുവിനെ ഏറ്റവും അധികം അടുത്തറിയുകയും ബന്ധം നിലനിർത്തുകയും അനുഭവിച്ചറിയുകയും ചെയ്തത് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം തന്റെ രചനയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടതുമായിരിക്കുന്ന ജീവന്റെ വചനത്തെ സംബന്ധിച്ച് അദ്ദേഹം അത് പ്രസ്താവിക്കുമ്പോൾ യേശുവുമായിട്ടുള്ള തന്റെ ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. തന്റെ രചന വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു വെളിപ്പാടും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് മരിക്കുവാൻ തുടങ്ങുന്നതായി അവസാനത്തെ സമയത്തെ മത്തായി, മർക്കോസും ലൂക്കോസും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അവൻ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടുവെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ യോഹന്നാൻ പറയുന്നത് അവൻ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടുവെന്നാണ് രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് മറ്റു 3 പേർക്കും യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ വാക്കുകൾ ഒരു നിലവിളിയായിട്ട് മാത്രം തോന്നിയത്? മറ്റൊന്നും അധികം ചിന്തിക്കേണ്ടതായിട്ടില്ല. അവരകലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ യോഹന്നാൻ അങ്ങനെയായിരുന്നില്ല. അവൻ നിഴലും നിറവുമായി യേശുവിനൊപ്പം അവസാനത്തിന്റെ സമയം വരെ ഉണ്ടായിരുന്നു. അവൻ ക്രൂശിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോഴാണ് യേശുവിന് ജന്മം കൊടുത്ത അമ്മയായിരിക്കുന്ന മറിയം അടക്കമുള്ള ആളുകൾ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ട് ടെറ്റൽസ്റ്റായി സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്റെ സ്വന്തം തോളിൽ ചരചായിച്ച് തന്റെ പ്രാണനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഏറ്റവും അധികമായി യേശുവുമായിട്ട് ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. 21 അധ്യായങ്ങളിലായി യേശുവിന്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പിന്നെയും എഴുതുവാനുള്ളതായിരിക്കുന്ന ഒരു വാഞ്ചയോടുകൂടി പറഞ്ഞു നിർത്തുന്ന ഒരു ഭാഗം എങ്ങനെയുണ്ട്? അവൻ ചെയ്ത പ്രവർത്തികൾ
ഇതിലധികമാണ്. അതെല്ലാം വിവരിക്കാൻ പോയാൽ ലോകത്തിൽ തന്നെ പുസ്തകങ്ങൾ തികയില്ല എന്നാണ് പറയുന്നത്. 3.5 വർഷം കൊണ്ട് കർത്താവ് 2-3 പേരെ മാത്രം ഉയർപ്പിച്ചുവെന്നോ, കടലിന്റെ അലകളിൽ കൂടെ നടന്നുവെന്നോ, അഞ്ഞപ്പം കൊണ്ടും ഏഴപ്പം കൊണ്ടും ആയിരങ്ങളെ പോഷിപ്പിച്ചുവെന്നുള്ളതായ ചുരുക്കം ചില അത്ഭുതങ്ങൾ മാത്രമൊന്നുമല്ല നടന്നിട്ടുള്ളത്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് താൻ ദൈവപുത്രനാണെന്ന് ആ കാലഘട്ടത്തിൽ കർത്താവ് തെളിയിച്ചു. ഇന്ന് രാത്രി ഞങ്ങൾ പറയാം, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും കേവലം ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ യോഹന്നാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അവനെ കണ്ടതാണ്, ഞങ്ങൾ അവനെ തൊട്ടതാണ്, ഞങ്ങൾ അവനെ നന്നായി അനുഭവിച്ചതാണ്. ഇന്നലകളിൽ ഞങ്ങൾ ആരായിരുന്നു ഞങ്ങൾക്കറിയാം, ഇന്ന് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധമുണ്ട്. ഇന്നലകളിലെ ഞങ്ങളായിരുന്നുവെങ്കിൽ ഇന്നിന്റെ ലോകം ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ മിണ്ടാതിരിക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ മാറി. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇന്ന് ഞങ്ങൾ ക്രിസ്തു വിശ്വാസികളാണ്. ഇന്ന് ഞങ്ങൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന അവന്റെ ശിഷ്യരാണ്. സ്നേഹം മാത്രമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. തല്ലുന്നവന് മറുചകീടും കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരാചാരം ലോകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ അധ്യാപകനായിട്ട് അംഗീകരിക്കാം. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ള അവതാരങ്ങൾ ഈ ലോകത്തിൽ അവതരിച്ചത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വേദിയിൽ വന്ന് പ്രസംഗിക്കാൻ സജോ തോണിക്കുഴി പണം മുടക്കി ആ നാട്ടിലെത്താൻ സന്നദ്ധനാണ്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ച അന്വേഷണത്തിലും ഞങ്ങൾ നടത്തിയതായിരിക്കുന്ന പരീക്ഷണത്തിലും ഒന്നും അങ്ങനെ ഒരാൾ ഇന്നയോളം ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. ആമേ. സ്നേഹത്തിനുടയവനായി ഒരുവൻ മാത്രമേ കാലഘട്ടത്തിൽ അവതരിച്ചിട്ടുള്ളൂ. അവനെന്നും കാലത്തിന്റെ തികവെങ്കിൽ കന്യാമറിയത്തിൽ ജാതനായി അവതരിക്കപ്പെട്ട അതേ കർത്താവ് ഇന്നും കാലകതിരവനായി ലോകത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്നേഹിത, ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തിലേക്കാണ് യേശു താങ്കളെ ഈ സമ്മേളനത്തിൽ കൂടെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ യോഹന്നാൻ അങ്ങനെ വിവിധമായിരിക്കുന്ന വിഷയങ്ങളെ യേശു ക്രിസ്തുവിന്റെ ചരിത്രമായി ഇങ്ങനെ അവതരിപ്പിച്ച് വരുന്നതൊരു കൂട്ടത്തിൽ 1-ാം അധ്യായത്തിൽ പരിണാമവാദികൾക്ക് നേരെയുള്ളതായ ഒരു കടന്നാക്രമണമാണ് യോഹന്നാൻ നടത്തുന്നത്. ഇതെല്ലാം ഉളവായത് ഉഗ്രസ്ഫോടനത്തിൽ കൂടെയാണെന്ന വിശ്വാസധാരകൾക്കെതിരെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല എന്ന് അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ലോഗോ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന്റെ അധിനിവേശം നടക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു യോഹന്നാൻ ജീവിച്ചിരുന്നത്. വൈജ്ഞാനികമായിരിക്കുന്ന വലിയ വിപ്ലവങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിന്, നോസ്റ്റിസം എന്ന് പറയുന്ന മതത്തിന്റെ ഉഴുതുമറിക്കപ്പെടുന്നതായ ആ സാമൂഹിക അവസ്ഥകൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന് ഒരു മായാവിയായ ഒരു മനുഷ്യനായി കേവലം ഒരു അവതാരമായിട്ട് മാത്രം കാണാൻ അവർ സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം നെഞ്ചിന്നെറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തെ നോക്കി പറയുന്നു, അല്ല അല്ല അല്ല, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അത് യേശുവായിരുന്നുവെന്ന് അതേ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഈ കാണുന്നതൊന്നും വെറുതെ ഉളവായി വന്നതല്ല, സകലതും അവന്റെ വാക്കിനാൽ ഉളവാക്കപ്പെട്ടതാ. ആ ചരിത്ര സംഭവത്തെ സാക്ഷ്യമാക്കി പ്രാർത്ഥിച്ചു വന്നിട്ടുള്ള ഭക്തജനങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറയുകയാണ്. നിന്റെ ശൂന്യതകളെ നോക്കി കൽപ്പിക്കാൻ അവനൊരു അവസരം കൊടുക്കാൻ കഴിഞ്ഞാൽ ഇല്ലാത്തതിനെ ഇന്ന് രാത്രി സൃഷ്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേ. പഴയ നിയമത്തിന്റെ പുസ്തകമായിരിക്കുന്ന യെഹെസ്കേൽ പ്രവചനത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന സമകാലിക രാഷ്ട്രീയ സമൂഹത്തിൽ ഏറെ ചോദ്യം ചെയ്യപ്പെടുന്നതായ ആ സമൂഹം രാഷ്ട്രീയപരമായി അസ്തമിച്ച് അതപ്പതിച്ച് മണ്ണോട് ചേർന്ന് മൺപൊടി പറ്റിക്കിടക്കുന്ന ആ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രവാചക, ഈ രാജ്യം ജീവിക്കുമോ? ഈ രാഷ്ട്രം ഉയർത്തെഴുന്നേൽക്കുമോ? ഈ സമൂഹം ഒരു സൈന്യമായിട്ട് നിവർന്നു നിൽക്കുമോ? പ്രവാചകൻ കൈമലർത്തി കാണിച്ചു, അറിയില്ല യഹോവേ, എനിക്കറിയില്ല. പക്ഷെ കർത്താവ് പിന്മാറാൻ താല്പര്യപ്പെടുന്നില്ല. പ്രവാചകനോട് പറയാ, പ്രവാചക, എനിക്ക് സ്വയമായി ചെയ്യാൻ കരുത്തുള്ളവനാണ്, പക്ഷെ ഞാനിപ്പോൾ പറയുന്നു, നീയും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നീ എന്റെ ആത്മാവിൽ പ്രവചിച്ചു തുടങ്ങ്. അസ്ഥികൾ ജീവിക്കുന്നത് കാണാൻ നിന്റെ കണ്ണുകൾക്ക് ദൈവം ഭാഗ്യം നൽകും. ദൈവം കൊടുത്ത ആജ്ഞയ്ക്ക് അനുസരിച്ചുകൊണ്ട് ആ പ്രവാചകൻ ഇസ്രായേൽ രാഷ്ട്രത്തെ നോക്കി അസ്ഥികളായി ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുന്ന, ജീവച്ഛവമായി കുഴികളിൽ കിടക്കുന്ന ആ ജനത്തെ നോക്കി അദ്ദേഹം പ്രവചിച്ചു തുടങ്ങിയപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. അതിൽ മാംസം വന്ന് പൊതിഞ്ഞു, അതിൽ ത്വക്ക് വന്ന് പൊതിഞ്ഞു,
ഞരമ്പുകൾ വന്നു ചേർന്നു. അതൊരു മനുഷ്യ കോലമായി അവർക്ക് മുമ്പിൽ നെടുനീളെ കിടന്നു. വീണ്ടും പ്രവാചകനോട് കർത്താവ് പറയുക, നീ കാറ്റിനോട് പ്രവചിക്കുക. പ്രവാചകൻ അതേപടി അനുസരിച്ചപ്പോൾ 4 ദിക്കിൽ നിന്ന് മൂതിയെത്തിയ കാറ്റ് ആ മരിച്ചു കിടക്കുന്ന ആ ശവശരീരത്തിലേക്ക് ആഞ്ഞു പതിച്ചപ്പോൾ അതൊരു ജീവനുള്ള സൈന്യമായി എഴുന്നേറ്റ് നിന്നുവെന്ന് ഇസ്രായേലിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിപ്പിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ചരിത്രങ്ങളെ സാക്ഷ്യമാക്കി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ നാടിനോടും നഗരത്തോടും ഞങ്ങൾ പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കരുത്തുള്ളതാണ് ദൈവത്തിന്റെ വചനം. അത് വിശ്വസിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറ. നിങ്ങൾ വിശ്വാസികളാണോ എന്ന് ചോദിക്കാൻ ഒരു പ്രേരണ എനിക്ക് വന്നു പോകുകയാണ് നിങ്ങളുടെ നിശ്ചലാവസ്ഥകൾ കണ്ടിട്ട്. നിങ്ങളിങ്ങനെ അടങ്ങിയിരിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളല്ലാതെ ആരാണ് പ്രിയ മക്കളെ ഈ മണ്ണിനായി ചോര ചീന്തേണ്ടത്? ആമേ. യേശു ഒരിക്കൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി തന്റെ രക്തമൊഴുക്കിയെങ്കിൽ തന്റെ രാജ്യത്തിന്റെ വരവിനും തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി ദൈവം ഒരുക്കുന്നതായ പദ്ധതി തന്റെ സഭയാണ്. ആ സഭയിൽ അംഗങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ. മന്ദീഭവിച്ച് ഉറക്കം തൂങ്ങിയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ എത്തി നിൽക്കുന്നത്. ഉണർവോടെ ഉന്മേഷത്തോടെ ചാടി എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടം. നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വരും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറഞ്ഞ യോദ്ധാവായ ദാവീദിനെ പോലെ ഉണർന്നെഴുന്നേൽക്കേണ്ട കാലഘട്ടം. വീടും വയലും തോട്ടവും ഒന്നും ശേഖരിക്കേണ്ട കാലഘട്ടമല്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട കാലഘട്ടം, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട കാലഘട്ടം, ദൈവരാജ്യത്തിന് പ്രവാസനത്തിന് വേണ്ടി ഒരുക്കപ്പെടേണ്ട കാലഘട്ടം. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാമൻ പറഞ്ഞേ, കരമുയർത്തിപ്പിടിച്ചാമേൻ പറഞ്ഞേ. ആ കരമൊന്ന് അടിച്ച് അല്പസമയം സ്വോത്രം പറഞ്ഞേ. എന്തിനാണെന്നറിയ, തൊട്ടടുത്ത് ചിലരിന്ന് ഉറങ്ങുന്നുണ്ട്. ഇത്രയും ശബ്ദ കോലാഹലം ഉണ്ടായിട്ട് അവർ ഉറങ്ങുന്നുവെങ്കിൽ അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് ഞാൻ അങ്ങ് ചിന്തിച്ചു പോകുകയാണ്. കരമൊന്നടിച്ചാൽ ഒരു ആരാധനയായി തീരുകയും അടുത്തിരിക്കുന്നവർ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആമേ ദൈവ സാന്നിധ്യം ഈ ദേശത്ത് വ്യാപരിക്കപ്പെടുന്നതിനും ഒരു കാരണമായി തീരുമല്ലോ. അല്പസമയം ഒന്ന് ചേർന്ന് ആരാധിക്കുക, സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ആമേ. ദൈവവചനത്തിന് ശക്തിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 1-ാം അധ്യായം സൃഷ്ടിവാദത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ദൈവാധിപത്യത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കഥയുടെ ഗതികൾ മാറുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വഴിത്തിരിവുകൾ ഉണ്ടാകുകയാണ്. അങ്ങനെ ഓരോ ഇടവഴികളിൽ കൂടെ ചരിത്രകാരനായ യോഹന്നാൻ സഞ്ചരിച്ചുകൊണ്ട് യേശുക്രിസ്തു നടത്തിയതായിരിക്കുന്ന ഇടപെടലുകളുടെ ആശയത്തിന്റെ, യേശുക്രിസ്തു കാണിച്ച അത്ഭുതത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് ശ്രോതാക്കളെ, ലോകത്തെ അദ്ദേഹം നയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്തി 21-ാം അധ്യായത്തിൽ വരെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന ചരിത്രം അവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിന്റെ രചന മാത്രം. എന്നാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബഹുമാനിതനായ ദൈവത്തിൻ വായിച്ചു കേൾപ്പിച്ച പ്രസക്തമായിരിക്കുന്ന ഒരു ഭാഗം ഒരു വ്യക്തി കേന്ദ്രീകൃതമായി നിലനിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ സംവാദത്തിന്റെ ഒരു ബാക്കിപത്രമായി നിലനിൽക്കുന്ന ഭാഗമാണ്. അത് നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 5 കഥാപാത്രങ്ങളാണ്. ഒന്ന് യേശുക്രിസ്തു തന്നെയാണ്. 2, 3, 4 കഥാപാത്രങ്ങളായി നിലനിൽക്കുന്നത് 3 വ്യക്തിത്വങ്ങൾ. അവർ ഈ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു വ്യക്തിയാണ് നിക്കോദീമോസ്. 2-ാമത്തെ വ്യക്തിയാണ് ധനികനായിരിക്കുന്ന ഒരു യഹൂദ യുവാവ്. 3-ാമത്തെ ആൾ ശമരിയാക്കാരിയാണ്. 4-ാമത്തെ ആളെന്ന് പറയുന്നത് ആമേൻ ഒരു മതപ്രമാണിയായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ 4 പേരെയും അവതരിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇതുവരെയും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് കർത്താവിന് സന്തോഷത്തോടെ മഹത്വം കരയേറ്റുകയും സഹകരണത്തിന് നന്ദി. ആമേൻ. ദൈവദാസൻ വായിച്ചു കേൾപ്പിച്ചത് ഒന്നുകൂടെ വായിപ്പിക്കുകയാണ്. ആ വാക്യത്തിന്റെ പ്രസക്തി ഒന്ന് മനസ്സിലാക്കേണ്ടതിന് അദ്ദേഹം വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തതിനാൽ അവന് ന്യായവിധി വന്നു. ഞാൻ ഈ പറഞ്ഞ 4 കഥാപാത്രങ്ങളിലും നിലനിൽക്കുന്ന 2 സന്ദേശമേ ഉള്ളൂ. 1 വിശ്വസിക്കുക, 2 അനുസരിക്കുക. ഈ 2 ആശയമാണ് ഈ 4 കഥാപാത്രങ്ങളുടെ സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തു സമൂഹത്തിലുള്ള എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചു. ഞാൻ ആദ്യം അത് ഓർപ്പിച്ചതാണ്. ഒരാളുമായിട്ടും കർത്താവ് സംസാരിക്കാതിരുന്നിട്ടില്ല. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴും യേശു വിഭാവനം ചെയ്യുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം എന്താണ്, എന്തല്ല, എങ്ങനെയാണ്, എവിടെയാണ്, ആർക്കാണ്, എപ്പോഴാണ്, ഇങ്ങനെ അപഗ്രഥിച്ച് പഠിപ്പിക്കുന്ന ഒരു പഠന പ്രക്രിയയായിരുന്നു
മികച്ച അധ്യാപകനായിരിക്കുന്ന യേശു ക്രിസ്തു നടത്തിയിരുന്നത്. താൻ എന്ത് കാര്യമെടുത്താലും അതിൽ കൂടെയെല്ലാം ദൈവരാജ്യത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്ന ആശയം യേശു ക്രിസ്തു അന്ന് അവതരിപ്പിക്കുമ്പോൾ റോമൻ ഗവൺമെന്റിന് നേരെയുള്ളതായ ഒരു ബദൽ സംവിധാനമായിട്ടായിരുന്നില്ല. എന്നാൽ അവർക്കും മനസ്സിലാക്കേണ്ടതായിരിക്കും ചില അർത്ഥതലങ്ങളെ വെച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു എപ്പോഴും പഠിപ്പിക്കുകയും ദൈവരാജ്യത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നതായ വിഷയത്തെ യേശു ക്രിസ്തു അവതരിപ്പിക്കുമ്പോൾ അനവധിയായിരിക്കുന്ന ചോദ്യങ്ങളുമായി ആളുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വരുമായിരുന്നു. അതിൽ ഒന്നാമത്തെ വ്യക്തികൾ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യഗണങ്ങൾ തന്നെയാണ്. പലയിടങ്ങളിലും വെച്ച് യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ശിഷ്യന്മാരിൽ ചിലർ ചോദിച്ചു, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടല്ലോ. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു കാര്യമായിരുന്നു യേശു ക്രിസ്തു അവതരിപ്പിച്ചതെങ്കിലും അവർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ പലയിടങ്ങളിലായി ദൈവരാജ്യത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് കൂട്ടത്തിൽ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് കേട്ടതായ ഒരു മതപുരോഹിതനായ നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാത്രിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കർത്താവ് കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. നിക്കോദീമോസിനെ കുറിച്ചുള്ള ആ വിശദീകരണം ഇവിടെ ആദ്യമായിട്ട് വായിച്ചുവെങ്കിലും, കുറിവാക്യമായിട്ട് വായിച്ചുവെങ്കിലും, അദ്ദേഹത്തെ അവസാനമായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടിട്ട് ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ ചിലരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ഈ നിക്കോദീമോസ് വന്ന് യേശുവിനോട് ചോദിച്ചതുപോലെ തന്നെ സമാനമായിരിക്കുന്ന ഒരു ചോദ്യവുമായിട്ട് ഒരു യഹൂദ യുവാവ് യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു യവനക്കാരൻ, മതവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തി, വലിയ ധനവാനായിരിക്കുന്നൊരു വ്യക്തി, വലിയ ചിന്താശേഷിയുള്ളതായിരിക്കുന്നൊരു വ്യക്തി, വിദ്യാസമ്പന്നനായിരിക്കുന്നൊരു വ്യക്തി, ആത്മീക തലങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രകൃതമുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: റബ്ബി, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ, നിത്യതയിൽ പ്രവേശിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ നിഷ്കളങ്കമായ നിർമ്മലമായ ചോദ്യത്തിന് യേശു ക്രിസ്തു ഉത്തരം പറയുന്നത്, നീ കൽപ്പനകൾ പ്രമാണിക്കണം എന്നാണ്. ഒരു യഹൂദ മത അനുസാരിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു അദ്ദേഹത്തോട് കൃത്യമായി പറയുന്നത്, നിങ്ങൾ അനുധാവനം ചെയ്യുന്ന മതത്തിന്റെ പ്രമാണം, യഹൂദ മതത്തിന്റെ പ്രമാണം ന്യായപ്രമാണം എന്ന് പറയും. 613 കൽപ്പനകൾ ഉള്ളതായിരിക്കുന്ന പ്രമാണം. എബ്രായ വാക്കിൽ തോറ എന്നാണ് അതിന് പറയുന്നത്. അത് കേവലം ദൈവവുമായിട്ട് ബന്ധത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം മാത്രമായിരുന്നില്ല. അവരുടെ സൈനിക, സാമ്പത്തിക, സാംസ്കാരിക, സാഹിത്യക, ധാർമ്മിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായ പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ ന്യായപ്രമാണത്തിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടും മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് 10 കൽപ്പനകളായിട്ട് അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ 10 കൽപ്പനയുള്ളതായിരിക്കുന്ന കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറയുകയാണ്, നിന്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം, നീ കൊല ചെയ്യരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്. അങ്ങനെ ആ 10 കൽപ്പനകളുള്ള പ്രധാനപ്പെട്ട കാര്യമെല്ലാം ഈ ചെറുപ്പക്കാരനോട് യേശു ക്രിസ്തു പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രാഗൽഭ്യത്തോടെ തൻ്റെ ഇടത്തോടെ പറയുകയാണ്, ഞാനിതെല്ലാം അനുസരിക്കുന്ന വ്യക്തിയാണ്, ഞാനിതെല്ലാം അനുസരിക്കുന്ന വ്യക്തിയാണ്. ഇന്നത്തെ സമൂഹത്തിലുള്ള യൗവനക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ജീവിതം തകർന്നു എന്ന് നീ നിലവിളിക്കുമ്പോൾ, തകർന്ന ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കരുത്തില്ലാതെ ആ വിധിയുടെ വിളയാട്ടത്തിന് മുമ്പിൽ നീ വിധിക്കപ്പെട്ട് അതിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ, അല്പസമയത്തിന് ആശ്വാസത്തിനും അല്പസമയത്തെ ഉറക്കത്തിനും അല്പസമയത്തെ സന്തോഷത്തിനും വേണ്ടി ലഹരിയുടെ മായിക വലയത്തിലേക്ക് നീ പോകുമ്പോൾ ഒരു കാര്യം നീ മറന്നു പോകരുത്. നിനക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന എല്ലാ ചുറ്റുവട്ടങ്ങളും സ്വർഗത്തിലെ ദൈവം നിനക്ക് മുമ്പിൽ സംജാതമാക്കിയിരുന്നു. നിനക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. നീ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ മതത്തിൻ്റെതായിരിക്കും ചില ആശയങ്ങളുണ്ട്. ഈശ്വരബോധത്തിൽ ജീവിക്കാൻ, ദൈവിക ചിന്തയിൽ ജീവിക്കാൻ, മാതാപിതാക്കന്മാരുടെ കടപ്പാടുകൾ നിവൃത്തീകരിച്ചുകൊണ്ട് ഒരു മികച്ച പൗരനായി സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ളതായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന മതവും അതിന്റെ പശ്ചാത്തലങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മതം വിഭാവനം ചെയ്യുന്നതായിരിക്കുന്ന അത്തരത്തിലുള്ള ധർമ്മശാസ്ത്രങ്ങളോ ദൈവശാസ്ത്രങ്ങളോ ഒന്നും നിനക്ക് അനുസരിക്കാനും അനുധാവനം ചെയ്യുവാനും കഴിയാതെ ഈ ജീവിതത്തിന്റെ തകർഞ്ഞെടുന്നതായ ഈ അവസ്ഥകളിലേക്ക് മാറ്റപ്പെട്ടത്? അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് പറയാൻ ഉത്തരമില്ലെങ്കിലും ഞങ്ങൾക്ക് പറയാൻ ഒരു ഉത്തരമുണ്ട്.
മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ദൈവരാജ്യമെന്ന് പറയുന്ന, മരണത്തിനപ്പുറമുള്ള ജീവിതമെന്ന് പറയുന്ന, ദൈവത്തോട് ഒരുമിച്ചുള്ള വാസത്തിന്റെ ഒരു അമൂല്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ചേക്കേറാൻ മതങ്ങൾ വിഭാവനം ചെയ്തതായിരിക്കുന്ന കർമാചാരങ്ങളല്ല അതിന് കാരണക്കാരനായി തീരുന്നത്. അതിനപ്പുറം ദൈവം ആഗ്രഹിക്കുന്ന മറ്റു ചില തലങ്ങളുണ്ട്. അവൻ മതത്തിന്റെ അനുശാസനത്തിൽ ജീവിക്കുന്ന, മതം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതാണല്ലോ ഈ ഭാരതത്തിന് മറ്റൊരു ഖേദകരമായിരിക്കുന്ന അവസ്ഥ. മതം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മേൽ കടന്നുകയറ്റം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തിനാ നീ അവനെ തല്ലിയത്? എന്തിനാ നീ നിർത്തട എന്ന് പറഞ്ഞത്? എന്തിനാ നീ അവരുടെ കാറിന് തീയിട്ടത്? ഒന്നുമല്ലെങ്കിലും നീയുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന ആ വീട് കയറി നീ കത്തിച്ചത് എന്തിനാണ്? അവരെ പരസ്യമായി അവഹേളിച്ചത് എന്തിനാണ്? അവരെ ഇല്ലാത്ത കേസിൽ കുരുക്കിക്കളഞ്ഞത് എന്തിനാണ്? സമകാലിക രാഷ്ട്രീയ സംഭവത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അതേപടി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രസംഗം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഞാൻ പറയാതെയും ഇരിക്കില്ല. അത് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളാണ്. എന്താണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇന്നത്തെ സമൂഹത്തിലും പണ്ടത്തെ സമൂഹത്തിലും ഉണ്ടാകാൻ കാരണം? മതമെന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കുന്ന ഒരു മാർഗമല്ല. എന്നോട് യോജിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒറ്റപ്പെട്ടവനായിട്ട് ഇവിടുന്ന് സംസാരിച്ചാലും ഉള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ആമേൻ. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. മതം ഒരു മനുഷ്യനെയും മനുഷ്യനാക്കി തീർക്കുന്നില്ല. മതത്തിന്റെ ആവശ്യം, മതത്തിന്റെ ആശയം, മതത്തിന്റെ പ്രസ്താവനകൾ മുഴുവൻ മനുഷ്യത്വ രഹിതമായിരിക്കുന്ന നിലകളിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ കൊണ്ടുവാ, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല എന്ന് ഞങ്ങൾ അച്ചിട്ടമായി അടിവരയിട്ട് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ബൈബിൾ മതഗ്രന്ഥമല്ലെന്ന് പറയാനുള്ളതായി ഒരുപാട് തെളിവുകളുണ്ട്. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഒരു മാർഗത്തിന്റെ പുസ്തകമാണ്. ആ മാർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യത്വത്തിന് പ്രാധാന്യത കൊടുക്കുക. അത് സ്നേഹത്തിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്. അത് നിറത്തിനല്ല, വർഗത്തിനല്ല, ഗോത്രത്തിനല്ല, ആചാരങ്ങൾക്കല്ല, അനുഷ്ഠാനങ്ങൾക്കല്ല. അതിനപ്പുറമായിട്ടുള്ള ദൈവിക ബോധത്തിന്റെ സനാതന മൂല്യങ്ങളിലേക്ക്, സത്യാവസ്ഥകളിലേക്ക് നയിക്കുന്നതാണ് ബൈബിളിന്റെ ആശയം എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ മതത്തിന്റെ ആചാരമെല്ലാം അനുസരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഇല്ല, നീ സൽഗുണ പൂർണ്ണനായി തീർന്നിട്ടില്ല. നീ ഇതെല്ലാം അനുസരിക്കുന്നത് കൊണ്ട് നീ നല്ല ഒരു മനുഷ്യനായി തീരുന്നില്ല. നീ നല്ല മനുഷ്യനായി തീരണമെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് നീ ദരിദ്രന് കൊടുക്കുന്നവനായി തീരണം. അപ്പോൾ അതിന്റെ തൊട്ടടിയിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവന് ഒരുപാട് ധനമുള്ളത് കൊണ്ട് അവൻ അതനുസരിപ്പാനായിട്ട് കഴിയാതെ മടങ്ങിപ്പോയി എന്നാണ്. സ്നേഹിത, എല്ലാം വിടാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. എല്ലാം അർപ്പണം ചെയ്യാതെ, പലതും ത്യജിച്ചു കളയാതെ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് പിൻപറ്റാൻ കഴിയുന്നില്ല എങ്കിൽ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, പണം ദൈവരാജ്യ പ്രവേശനത്തിനൊരു ആധാരമല്ല. മതാചാര വ്യവസ്ഥകൾ ദൈവരാജ്യ പ്രവേശനത്തിനൊരു ആധാരമല്ല. യേശുക്രിസ്തു എപ്പോഴും എവിടെയും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ഈ രാത്രി ഞങ്ങളും ഇവിടെ പറയുകയാണ്: സകലതും വിട്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഒരു പ്രഭുവായി ജീവിച്ചിരുന്നവനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അബ്രഹാം എന്ന് പറയുന്ന യഹൂദ മതത്തിന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന ആചാര്യൻ. അദ്ദേഹം പ്രൗഢഗംഭീരമായിരിക്കുന്ന ബാബിലോണിയൻ സംസ്കാരത്തിൽ ജനിച്ച് ഒരു വലിയ ധനാഠ്യനായിരിക്കുന്ന ബിസിനസ്സുകാരനായ മകന്റെ ഒരു വ്യക്തിയുടെ മകനായിട്ട് ജീവിച്ച് എല്ലാവിധമായ അനുഗ്രഹങ്ങളും സമത്വ സുന്ദരമായിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ചെന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഏകദേശം അദ്ദേഹത്തിന് 17 വയസ്സായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നിന്നെ നടത്തേണ്ടതിന്, നിന്നിൽ കൂടി ഒരു തലമുറ സംജാതമാകേണ്ടതിന് നീ സകലതും വിട്ട് എന്നെ അനുഗമിക്കുക, സകലതും വിട്ടു അനുഗമിക്കുക. അത് അതേപടി അനുസരിച്ച അബ്രഹാമിന്റെ പൂർവ്വ ചരിത്രങ്ങൾ നമുക്ക് പ്രവചന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അവനെ ഏകനായി വിളിച്ചിറക്കി അവനെ അധികമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ നിലവാരങ്ങളെ മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ്. ജീവിതത്തിന്റെ വ്യവസ്ഥകളെ മാറ്റിയെടുക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. ആ കർത്താവ് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെക്കുന്ന ആശയത്തിൽ ധനികനായിരിക്കുന്ന ചെറുപ്പക്കാരനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ന് ദൈവത്തെ കഴിഞ്ഞ് അപ്പുറമായി നീ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യവസ്ഥ ഏതാണോ അതിനെ നിനക്ക് ത്യജിക്കാൻ കഴിയുന്നുവെങ്കിൽ നീ നിത്യതയിൽ പ്രവേശിക്കാൻ അതും ഒരു നിമിത്തമായി തീരുകയാണ്. ദൈവത്തിനപ്പുറമായിട്ട് മറ്റൊന്നിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. എന്നോട് ചേർന്ന് മനസ്സിലാക്കുന്നവരുണ്ടോ? ആമേൻ. ദൈവത്തിന് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എനിക്കറിയാം,
ഇവിടെ കൈയടിക്കുന്ന, നൃത്തം ചെയ്യുന്ന, ഒരു വല്ലാത്ത ഉപരിവിപ്ലവത്തിൻ്റെ ഒരു പ്രസംഗം നടത്തിയാൽ ആവേശോജ്വലമായിരിക്കുന്ന, ഹർഷാരവങ്ങൾ മുഴങ്ങി നിൽക്കുന്ന വലിയൊരു ശബ്ദ കോലാഹലത്തിന്റെ അന്തരീക്ഷം ഇതിനുള്ളിലുണ്ടാകുമായിരുന്നു. ദൈവം എന്നെ അതിനെ ഏൽപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. വികാര വിപ്ലവമല്ല, വിചാര വിപ്ലവമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഉൾത്തടത്തിൽ മാറ്റത്തിന്റെ ആശയങ്ങൾ കത്തിപ്പടരട്ടെ. ഇതല്ല ജീവിതം. ദൈവം വിഭാവനം ചെയ്ത ദൈവരാജ്യം ഇതല്ല, ബൈബിൾ വിഭാവനം ചെയ്യുന്ന വസ്തുത ഇതല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ജനജീവിതം കടന്നു വരണമെന്ന് കർത്താവ് വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അദ്ദേഹം പറയുന്നു, ഞാനിതെല്ലാം അനുസരിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, ഇല്ല, നീ പണത്തിൽ വലിയ ആർജവത്തോടെ, ഊർജത്തോടെ പിടിച്ചു നിൽക്കുന്നവനാണ്. അത് ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിനക്ക് സൽഗുണപൂർണനാകാൻ കഴിയും. വിടേണ്ടത് വിടാൻ പറഞ്ഞപ്പോൾ അത് വിടാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവൻ മടങ്ങിപ്പോയി എന്നാണ് വായിക്കുന്നത്. പണം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല. പണം നിത്യയുടെ പ്രവേശനത്തിൻ്റെ ഒരു ആധാരമല്ല. പണം കൊടുത്ത് വാങ്ങാൻ വേണ്ടി സൈമൺ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസിന്റെ അടുക്കൽ വന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന സഭയുടെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണം കൊടുത്തിട്ട് പറയുകയാണ്, എനിക്കും വേണം നിങ്ങളിൽ പോലെ പരിശുദ്ധാത്മാവിനെ എന്ന്. നിത്യതയെയും ആത്മീയതയും പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിഷ്കളങ്കരായ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത്തരത്തിലുള്ള മാഫിയ സംഘത്തിൽ പെട്ടുപോകാതെ ആത്മീയ മേഖലകൾ ഒരു വ്യാപാരമാക്കി തീർക്കുന്ന, വാണിജ്യമാക്കി തീർക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളെ ഒരു വല്ലാത്ത ബിസിനസ് കേന്ദ്രമാക്കി തീർക്കുന്ന അത്തരത്തിലുള്ള കാവാലികന്മാരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തെ അനുധാവനം ചെയ്യുന്നതെങ്കിൽ, പണത്തിന് വേണ്ടിയിട്ടാണ് നീ കൈയടിക്കുന്നതെങ്കിൽ, പണത്തിന് വേണ്ടിയിട്ടാണ് നീ പ്രസംഗിക്കുന്നതെങ്കിൽ, പണത്തിന് വേണ്ടിയിട്ടാണ് നീ പാടുന്നതെങ്കിൽ, പണം നിന്നെ രക്ഷിക്കില്ല. പണം രക്ഷയ്ക്കൊരു കാരണമല്ല. യേശുവിനെ പിടിച്ചു കെട്ടാൻ നിരവധി ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പരീക്ഷ മേധാവികൾ യേശുവിനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. വാക്കിൽ കൊടുക്കേണ്ടത് ചോദിക്കുന്ന ഒരു ചോദ്യം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന്. യേശു ക്രിസ്തു തിരിച്ചു പറയുന്ന മറുപടി കാലിക പ്രസക്തമായിരിക്കുന്ന ഒരു മറുപടിയാണ്. പണമില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. പണമെന്ന് പറയുന്ന മനുഷ്യന്റെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിനിമയ മാർഗമാണ്. പക്ഷെ പണം ദൈവമായി ആരുടെയും ജീവിതത്തിൽ മാറാൻ പാടില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ കൂട്ടുകാരന്റെ കിടക്കയിലേക്ക് പറഞ്ഞു വിട്ട നരാധമന്മാരുള്ള ഒരു കേരളമാണ് ഈ കേരളം. പണത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ലോഡ്ജ് മുറിയിലേക്ക് പറഞ്ഞു വിട്ട കിരാതന്മാരുടെ കേരളമാണ് ഈ കേരളം. കേരളത്തിന്റെ കഥ മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രം തന്നെ അങ്ങനെയാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതായ ദുർനടപടികളെ ഈ സമൂഹത്തിന് മുമ്പിൽ, നിങ്ങൾക്ക് മുമ്പിൽ, ഈ മൈക്രോഫോണിൽക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു ആങ്ങള എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് കഴിയുകയില്ല. നിങ്ങളത് കണ്ണുകൊണ്ട് കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്തൊരു വസ്തുതയാണ്. പണം 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 മനുഷ്യന്റെ ജീവിതത്തെ തകർത്തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പണമല്ല കാര്യമെന്ന് യേശു ക്രിസ്തു വരെ പറയുന്നു. യേശു വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പറയാണ്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്ക്, ദൈവത്തിനുള്ളത് നീ ദൈവത്തിന് കൊടുക്ക്. എന്താ കൈസർക്കുള്ളത്? കൈസർക്ക് വേണ്ടത് പണമാണ്. അതുകൊണ്ടാണ് ആരാധന നടക്കേണ്ടതായിരിക്കുന്ന ആലയങ്ങൾ പോലും അവർ പുരോഹിതന്മാരുടെ ഒത്താശയോടുകൂടി ഒരു ബിസിനസ് കേന്ദ്രമാക്കി റോമൻ ഗവൺമെന്റ് കയ്യിലെടുത്തത്. ചാക്കുകെട്ടുകൾ കണക്കിന് നാണയത്തുട്ടുകൾ ആലയത്തിൽ നിന്നും അവർ ശേഖരിച്ചുകൊണ്ട് അവരുടെ ഖജനാവിലേക്ക് പോകുകയാണ്. ആരാധന നടക്കേണ്ടതായിരിക്കുന്ന ആലയങ്ങൾ ബിസിനസ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാധന നടത്തേണ്ടതായിരിക്കുന്ന ആചാര്യന്മാർ പള്ളിയിൽ മുഖ്യാസനവും തെരുവിൽ വന്ദനവും തേടിക്കൊണ്ട് ആത്മീയക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് അവരോട് പറയാണ്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തിട്ട് ദൈവത്തിനുള്ളത് കൊടുക്കാൻ നിങ്ങൾ മാറി നിൽപ്പിനെന്ന് ഇന്ന് രാത്രി സമൂഹത്തോട് ചോദിക്കുന്നു. ദൈവത്തിന് കൊടുക്കാൻ നിന്റെ പക്കൽ എന്താ ഉള്ളത്? കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ കൂട്ടായ്മ കഴിക്കും. കർത്താവിന് കൊടുക്കാൻ എന്താ ഉള്ളത്? ഹൃദയമെന്ന് പറയുന്ന ശ്രീകോവിൽ അവന് വിട്ടുകൊടുക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നീ നിത്യതയുടെ അവകാശിയെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആമേൻ പറ, ആമേൻ പറ. ഞാൻ ഒരു സീസൈക്കാരനായിരുന്നു. എൻ്റെ അപ്പൻ ഒരു കൃഷിക്കാരനായിരുന്നു, കായിക അഭ്യാസിയായിരുന്നു, നാട്ടിലെ ഒരു ചെറിയ പ്രമാണിയായിരുന്നു. എൻ്റെ അമ്മ സീസൈ പള്ളിയിലെ
നല്ല ഒന്നാന്തര പാട്ടുകാരി കൊയർ ലീഡറുമായിരുന്നു. എന്നെ പഠിപ്പിച്ചു. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. ഞങ്ങൾക്ക് അല്പമൊക്കെ ജീവിക്കാൻ തലത്തിലുള്ളതായി കൃഷിയിടങ്ങളുണ്ട്. വലിയ വലിയ കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. ഇന്നും എൻ്റെ കുടുംബത്തിലെ ആളുകളാണ് ഹൈറേഞ്ചിലെ മിക്ക സീസേ പള്ളിയുള്ളതായിരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ. അവിടെ നിന്നെല്ലാം വിട്ടിറങ്ങിയിട്ട് ഈ യേശു ക്രിസ്തുവിനെ ഈ തെരുവിൽ ഇങ്ങനെ മഴയും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ ഈ ബൈബിളും ആറോട് പിടിച്ചുകൊണ്ട് മറ്റൊരുത്തിന് രക്ഷയില്ലെന്ന് ഇങ്ങനെ ഉറക്കെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? പണമില്ലാത്തത് കൊണ്ടല്ല, തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല, നിത്യതയുടെ ദർശന ഹൃദയത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ്. പണമല്ല കാര്യം, നിത്യതയാണ് കാര്യമെന്നൊരു വെളിപ്പാടുള്ളത് കൊണ്ടാണ്. ഹേ യുവാവേ, നീ പണത്തിന് വേണ്ടിയിട്ടാണ് നീ അറിയാത്ത അവരന്റെ കഴുത്തും കാലും വെട്ടിമാറ്റുവാൻ ആയുധങ്ങൾക്ക് ഇരുട്ടിന്റെ മറവിൽ നീ മൂർച്ച കൂട്ടുന്നതെങ്കിൽ, മറ്റാർക്കോ വേണ്ടി മനുഷ്യന്റെ പ്രാണനെടുക്കുവാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി പറയുന്നു, നീ ചെയ്യുന്ന പ്രവൃത്തിയും നീ ലക്ഷ്യം വെച്ചിട്ടുള്ള പണവും നിന്നെ രക്ഷിക്കുകയില്ല, രക്ഷിക്കുകയില്ല, രക്ഷിക്കുകയില്ല. ഒരു വലിയ ന്യായവിധിയുടെ ഇടിമുഴക്കം നിനക്ക് മുമ്പിൽ പ്രതിധ്വനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. ഇത് യുവജന സമ്മേളനമായതുകൊണ്ടാ ഞാൻ ആ ഭാഗത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക്. അമ്മയപ്പന്മാരെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവരോടുള്ള കടപ്പാടുകൾ ചെയ്തുകൊണ്ടും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് തകർന്നടിയുന്നതായ അവസ്ഥകളെ കണ്ടുണർത്തിക്കൊണ്ട് സാമൂഹികമായ സ്നേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ നടത്തി നശിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഒരു പടകമായി അണിയണിയായി ഉണർന്നു പാടിക്കൊണ്ട് ക്രിസ്തുവിന്റെ ധീരസാക്ഷികളായി സമൂഹത്തിൽ അണിനിരക്കുന്ന ഞങ്ങളെ നോക്ക്. ഞങ്ങൾക്ക് പണം കുറവാണ്, സൗന്ദര്യം കുറവാണ്, കെട്ടിപ്പൊക്കിയ വൻമാളികകളില്ല, ശീതീകരിച്ച വാഹന കൂട്ടങ്ങളില്ല, ഇട്ടുണങ്ങുന്ന റബ്ബർ ഷീറ്റുകൾ ഞങ്ങളുടെ മുറ്റത്തില്ല. പക്ഷേ 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 ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾ മരിച്ചാൽ നിത്യതയിൽ പ്രവേശിക്കും. മരണം കൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല, മരണം മറ്റൊരു ജീവിതത്തിന്റെ ആരംഭമാണെന്നൊരു വെളിപ്പാട്. ആ വെളിപ്പാട് കിട്ടാത്ത ഏതെങ്കിലും ചെറുപ്പക്കാർ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിയാതെ കെട്ടഴിക്കപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു തോണി പോലെ തിരമാലകളിൽ കൂടെ അതിൻ്റെ ശക്തികൾ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ട് ആമെ തകർന്ന് തരിപ്പിടമാകാൻ കാത്തിരിക്കുന്ന ഒരു പടക് പോലെ ജീവിതം നയിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്നേഹവാനായ യേശു പറയുന്നു, അതെല്ലാം വിട്ട് നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. നിനക്കൊരു ജീവിതം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്കൊരു ജീവൻ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഭാഗ്യകരമായ ഒരു നല്ല സ്ഥലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പണം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതല്ല ആത്മീയത. പണം കൊടുത്ത് ദൈവത്തെ വിലക്കെടുക്കാനായിട്ട് ആരും ശ്രമിക്കുകയും ചെയ്യരുത്. പണമല്ല കാര്യം, ദൈവമാണ് കാര്യം. ആമേൻ. ആ ധനികനായിരിക്കുന്ന യുവാവ് മടങ്ങിപ്പോയി. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെയാണോ ഈ സന്ദേശം, ഈ ഈ ഈ ഒരു ആശയത്തെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകാതെ സമർപ്പിതനായി വരുന്ന യുവാക്കന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അടുത്തൊരു കഥാപാത്രമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു രാജഭൃത്യനാണ് അദ്ദേഹം. ഇത് ആരോഗ്യമുള്ള, പണമുള്ള, സമൂഹത്തിൽ സ്വാധീനമുള്ള, മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഒരു രാജഭൃത്യനെയാണ്. അദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. റോമൻ ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. എന്താവശ്യപ്പെട്ടാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആനുകൂല്യം ലഭിക്കപ്പെടുന്ന സ്വാധീനമുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്വാധീനത്തിനോ രാജാധികാരങ്ങൾക്കോ തൻ്റെ ജോലിക്കോ ഒന്നിനും പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം തൻ്റെ കുടുംബത്തിൽ വന്ന് ഭവിച്ചു. അത് മറ്റൊന്നുമല്ല, തൻ്റെ പൊന്നോമന മകൻ ഒരു മാറാരോഗത്താൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. ആ രോഗത്തിന് വിമോചനം പ്രാപിക്കാൻ ഒരു റോമൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മികച്ച ചികിത്സ സംവിധാനം അദ്ദേഹത്തിന് സൗജന്യമായി ലഭിക്കും. അധികാരിയായിരിക്കുന്ന മനുഷ്യന്റെ കീഴിൽ അനുസരിക്കാൻ കഴിയുന്നതായ മറ്റ് കീഴ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കീഴിലുണ്ട്. പണത്തിന് കുറവുണ്ടാകുകയില്ല. ചക്രവർത്തിയുടെ ആ സ്വാധീനം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് എവിടെയും ബഹുമാനിതനാണ്, എല്ലാത്തിനും കഴിയും. പക്ഷേ ഒരു അധികാരത്തിനും മരിക്കാൻ കാത്തുകിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ മകനെ ജീവിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ട ആ മനുഷ്യൻ അധികാരങ്ങൾ മാറ്റിവെച്ചിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, എൻ്റെ മകനെ നീ ഒന്ന് സൗഖ്യമാക്കി തരണം,
എൻ്റെ മകനെ സൗഖ്യമാക്കി തരണം. അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന് ആരും കരുതണ്ട. അധികാരമുള്ളത് നല്ലതാണ്. സമൂഹത്തിന് ലോലമായ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ആളുകൾ ചെവി തുറന്ന് കേൾക്കണം. മാൻ പവറും മസിൽ പവറും മണി പവറുകൾ കൊണ്ട് ദുർബലരായിരിക്കുന്ന ന്യൂനപക്ഷമായിരിക്കും ജനത്തിന്റെ ഇടയിലേക്ക് കടന്നുകയറ്റം നടത്തി അധികാര ദുർവിനിയോഗം ചെയ്താൽ സകല അധികാരത്തിന്റെയും അധികാരിയായ ദൈവം മടങ്ങിയിരിക്കുകയില്ല. കാലത്തിന്റെ ദൈവമെങ്കിൽ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കുമെന്ന് പറയാൻ ഈ പൊതുസമ്മേളന വേദിയെ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. അധികാരത്തിന്റെ മറവിൽ എന്തും കാട്ടിക്കൂട്ടി അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരുവൻ ഒരിക്കൽ വിധികൾ പ്രകടിപ്പിക്കുന്ന ഒരു നാഴികയുണ്ടാകും. ഇതൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ നീ വിചാരിച്ചു ഞാൻ നിന്നെ പോലെയുള്ളവനാണെന്ന്. എന്നാൽ ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഒരു അധികാരത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം പ്രകൃതിയെ ഇളക്കി വിടുന്ന ഒരു ദൈവമുണ്ട്. കടലുകളെ ഇളക്കി വിടുന്ന ഒരു ദൈവമുണ്ട്. ഭൂമിക്കടിയിൽ നിന്നും ഉറവകൾ പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന ദൈവമുണ്ട്. ആകാശത്തിന് കിളിവാതിലുകളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. തടുക്കാമെങ്കിൽ നീ തടുത്തോ, അധികാരം കൊണ്ട് മതിൽ തീർക്കാൻ കഴിയുമെങ്കിൽ നീ തീർത്തോ. ഇല്ല ഇല്ല ഇല്ല, നിനക്ക് തടുത്തു നിർത്താൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ന്യായവിധിയുടെ വെൺമഴുവിന്റെ പ്രയോഗം വെളിപ്പെടാൻ സമയമായി. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിക്ക്. ക്രിസ്തു ഭക്തരായി തെരുവോരങ്ങളിൽ ക്രിസ്തുനാഥത്തിന്റെ കാഹളം ഉയർത്തുന്ന സാധാരണപ്പെട്ട ആളുകളെയൊക്കെ ഒരു കാരണവുമില്ലാതെ കടന്നാക്രമിക്കുന്ന ആളുകൾ, ആക്രമണശേഷം ആ ഭക്തരുടെ നെഞ്ചും കൂടുന്നു പൊട്ടിയൊഴുകിയ ചോരച്ചാലുകളിൽ നിന്നുകൊണ്ട് ഉന്മാദനൃത്തം ചവിട്ടി പറയില്ല, ചോദിക്കില്ല, ആരും വരികയുമില്ല, ആരും വരാനും പോകുന്നില്ല എന്ന്. ഇന്നലകളിൽ ഒരുത്തൻ ഇവിടെ ധീരം ഘോരം പറഞ്ഞു, വന്നവനെയൊക്കെ ഞങ്ങൾ തല്ലിയിട്ടുണ്ട്, ഇനിയും തല്ലും. നിങ്ങൾ പ്രായമായതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ തല്ലുന്നില്ല, നിങ്ങൾ പൊക്കോ എന്ന്. തല്ലിക്കോളൂ, പക്ഷേ അടുത്ത തല്ലിന് നിന്റെ കൈ പൊങ്ങണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അധികാരം നല്ലതാ. അത് ഈ പ്രകൃതിയുടെ, ഈ രാഷ്ട്രത്തിന്റെ, ഈ സമൂഹത്തിന്റെ, മാനവികതയുടെ, മനുഷ്യബന്ധത്തിന്റെ, നിർമ്മലമായിരിക്കുന്ന ജീവിത രീതികൾക്കൊക്കെ വേണ്ടി, സ്നേഹ സാഹോദര്യ സമത്വത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ അധികാരങ്ങളെയും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സ്വാർത്ഥതയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിധേയപ്പെടുത്തുന്നതെങ്കിൽ ഫറവോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന സംഹാരദൂതൻ ഉറങ്ങിയിട്ടില്ല. കടിഞ്ഞൂലുകളെ സന്ദർശിക്കുന്ന ഒരു സംഹാരകൻ എഴുന്നേൽക്കുന്ന ദിവസം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ആയുധങ്ങൾ വെച്ച് കീഴ്പ്പെട്ട് അധികാരിയായ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മുട്ടുകിടക്കാൻ ഇന്ന് രാത്രി ദേശത്തോട് ഒരു പ്രവാചകനായി പരിശുദ്ധാത്മാവിനാൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. എന്നോട് ചേരുന്നവരെ കരം പിടിച്ച് ദൈവത്തെ ഒന്നും മഹത്വപ്പെടുത്ത്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് റെക്കോർഡ് ചെയ്യുന്ന പ്രസംഗമാണ്. ഇതവിടെ കിടക്കട്ടെ, ഇതവിടെ അങ്ങനെ കിടക്കട്ടെ. ആമേൻ. അധികാരിയായ മനുഷ്യൻ കൊച്ചിന് രോഗം വന്നപ്പോൾ ആശ്രയം പ്രാർത്ഥിക്കുന്നവൻ മാത്രമായി തീർന്നു, പ്രസംഗിച്ചവൻ മാത്രമായി തീർന്നു. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൻ സൗഖ്യമായിക്കൊള്ളും. യേശുവ പറഞ്ഞത് കേട്ട് അവൻ്റെ വീട്ടിൽ ചെന്നൊന്നുമില്ല. വാച്ചിൽ സമയം 7 മണി. അവനോട് പറഞ്ഞു, നീ വീട്ടിൽ പൊയ്ക്കൊള്ളുക. നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ കുഞ്ഞ് സൗഖ്യമായിരിക്കുക തന്നെ ചെയ്യും. അവിടെ വായിക്കുന്ന 4:50 ഇങ്ങനെയാ വായിക്കുന്നത്. അവൻ ആ വാക്ക് വിശ്വസിച്ച് മടങ്ങിപ്പോയി. യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ച് മടങ്ങിപ്പോയി. വീട്ടിലെത്തും മുമ്പ് ഇടവഴിയിൽ വെച്ച് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ ചെയ്യുന്നവനാ എൻ്റെ കർത്താവ്.
പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ്. ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന്. ആമേ, അവന്റെ വാക്കുകൾക്ക് വ്യത്യാസമല്ല. വ്യാജം പറവാൻ മനുഷ്യനല്ല. ഇന്ന് രാത്രിയിൽ അധികാരത്തിനും പണത്തിനും പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ഇടപെടലുകൾ നടത്തേണ്ടതിന് അവന്റെ വാക്കിന് വിശ്വസിക്കാൻ എത്ര പേരുണ്ടെന്ന് ചോദിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുമ്പോൾ ആമേൻ പറഞ്ഞ് കൈയടിച്ച് സ്വീകരിക്കുന്ന ഭക്തജനങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിനക്ക് മുമ്പിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് നീ മടങ്ങിപ്പോ. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നേരെ യേശുവിന്റെ അടുക്കൽ വന്നവനല്ല. ഞാനത് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ പരിധികളും നിന്നുകൊണ്ട്, എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എല്ലാ ഇടപാടുകളും നടത്തി പരാജയപ്പെട്ടിട്ടാണ് ഒടുവിൽ യേശുവിന്റെ അടുക്കൽ വന്നത്. ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ ജീവൻ പോകുന്ന രോഗമുള്ള രക്തസ്രവക്കാരിയായ സ്ത്രീ ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിക്കപ്പെട്ടിട്ട് കയ്യിലുള്ള മുതലുകളെല്ലാം നഷ്ടപ്പെട്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള ശ്രുതിയായ അവൾ കേൾക്കുന്നത്. ആൾക്കൂട്ടത്തിനിടെ ഇറങ്ങിച്ചെല്ലാൻ അവളുടെ പാരമ്പര്യമോ ശാരീരിക അവസ്ഥകളോ സാമൂഹിക വ്യവസ്ഥകളോ ഒന്നും അനുവദിക്കുന്നില്ലെങ്കിലും സൗഖ്യം അവൾക്ക് ആവശ്യമാകുന്നുകൊണ്ട്, അതൊരു അത്യാവശ്യ സംഗതി ആയതുകൊണ്ട് യേശുവിന്റെ പിറകിൽ വന്ന് വിശ്വാസത്തോടെ തൊട്ടപ്പോൾ തൊട്ട മാത്രയിൽ ബാധ ഒഴിക്കപ്പെട്ടുവെന്ന് വചനം പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കാൻ കരുത്തുള്ള, നിന്റെ മരണകരമായിരിക്കുന്ന അനുഭവത്തെ മാറ്റിയെടുക്കാൻ കഴിവുള്ള, മരിച്ച് നിന്നെ മഞ്ചലിലാക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നീ ജീവനോടെ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. നീ അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അവനെ വായു കൊണ്ട് ഏറ്റുപറയുക. അധികാരം നിന്നെ രക്ഷിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. അധികാരം രക്ഷിക്കില്ല. ഒരു പരിധിവരെ കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്കുണ്ടാകും. അധികാരങ്ങൾ രക്ഷിക്കുമായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കാരാഗ്രഹത്തിൽ ഈ നിമിഷം വരെ കിടക്കയില്ലായിരുന്നു. അധികാരം പോലും മരവിച്ചു പോകുന്ന ദിവസമുണ്ട്. പക്ഷെ അവനൊന്ന് കൽപ്പിച്ചാൽ അഴിയാത്ത കുരുക്കുകളില്ല, തുറക്കപ്പെടാത്ത കവാടങ്ങളില്ല, പ്രാപിക്കാത്ത വിടുതലുകളില്ല, വെളിപ്പെടാത്ത സൗഖ്യമില്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ടോ? പഞ്ചായത്ത് മെമ്പറിനും പോലീസ് സ്റ്റേഷനും കോടതിക്കും വക്കീലിനും ഇവിടുത്തെ അധ്യാപകന്മാർക്ക് കൗൺസിൽ സെന്ററുകൾക്കും സൈക്യാട്രിസ്റ്റുകൾക്കും പരിഹരിക്കാൻ കഴിയാത്ത വിടുതൽ സൗഖ്യം ഇന്ന് രാത്രി തരാൻ യേശുവിന് കഴിയും. ഇത് ഞങ്ങൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പറങ്ങളിൽ ഒരുപിടി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. അധികം വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത കഥാപാത്രം ശമരിയാക്കാരിയാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളോടും യേശു പറയുന്നത് അനുസരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. ശമരിയാക്കാരിയുടെ സ്ത്രീ മറ്റൊരു അവസ്ഥയാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അവൾ പാരമ്പര്യം പറയുന്നവളാണ്. അബ്രഹാമിൻ്റെ പേര് പറഞ്ഞു, അവൾ യാക്കോബിൻ്റെ പേര് പറഞ്ഞു, ദൂരവേ കാണിച്ചുകൊണ്ട് ആ മലയെക്കുറിച്ച് പറഞ്ഞു. അവിടെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ആലയം വെച്ച് ആരാധിച്ചിരുന്നത്. ഈ കിണറ്, നീ വന്നു നിൽക്കുന്ന ഈ കിണറ് എൻ്റെ അപ്പൻ പണിതതാ. ആട്ടെ, പാരമ്പര്യമൊക്കെ നീ പറയുന്നു, അപ്പൻ്റെ പേര് പറയുന്നു, ആലയത്തിൻ്റെ ചരിത്രം നീ പറയുന്നു, ഇന്നലകൾ അവർ നടത്തിയ സംഭാവനകളെ കുറിച്ച് പറയുന്നു. നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ നിന്റെ ജീവിതം എങ്ങനെയാണായിരിക്കുന്നത്? ഇപ്പോൾ നിനക്ക് സമൂഹത്തിൽ എന്താണ് വില? ഇപ്പോൾ നിന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? എന്താണ് നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവളുടെ കഥന തുറന്നു പറഞ്ഞു. ആമേ, പറഞ്ഞതല്ല, കർത്താവ് അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു. നീ പോയിട്ട് ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ മാത്രമുള്ള ഒരു ചൂണ്ടക്കൊളുത്ത് ഇട്ടുകൊടുത്തതോടുകൂടെ അവരുടെ സകല കെട്ടുകളും പൊട്ടുകയാണ്. പാരമ്പര്യം പറഞ്ഞ് ഒളിക്കാൻ ശ്രമിച്ചവൾ, അവർ സംഭാവന ചെയ്ത സംഭാവനകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒളിക്കാൻ ശ്രമിച്ചവർ, പാത്രത്തിന്റെ കാര്യം പറഞ്ഞ് ആ വിഷയത്തെ പരിഹരിക്കാൻ ശ്രമിച്ചവൾ, ആ മലയെയും ആരാധന കേന്ദ്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ഏതോ ആത്മീയ അവസ്ഥകളെയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചവൾ ജീവിതത്തിന്റെ രഹസ്യ അറകളെ തുറന്നിട്ട് കൊടുക്കുമ്പോൾ അതിനു മുമ്പിൽ അവൾ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് യേശു പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ഞാൻ കേവലം ഒരു യഹൂദനല്ല, ഞാൻ കേവലം ഒരു പ്രവാചകനല്ല, ഞാൻ കേവലം ഒരു യജമാനനുമല്ല, ഞാൻ നിന്റെ പിതാക്കന്മാരാൽ മുതൽ പ്രതീക്ഷിച്ചിട്ടുള്ള, നീയും പ്രതീക്ഷിക്കുന്ന വിമോചകനായിരിക്കുന്ന മിശിഹയാണ് ഞാൻ. എനിക്ക് മാത്രമേ
നിന്നെ രക്ഷിപ്പാൻ കഴിയും. ഞാൻ നിന്നോട് സംസാരിക്കുന്നവൻ മിശികയാണ്, മിശികയാണ്, മിശികയാണ്. യേശു ക്രിസ്തു അവൾക്ക് മുമ്പിൽ അവനെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് കേട്ട മാത്രയിൽ 8 ദിഗന്ധങ്ങളും പൊട്ടുമാറ് ഉച്ചത്തിൽ അവൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് ഓടിയെന്നാ വായിക്കുന്നത്. അതുവരെയും പട്ടണത്തിൽ അവൾക്ക് വിലയില്ലായിരുന്നു. നാട്ടിലും നഗരത്തിലും അവൾക്ക് വിലയില്ലായിരുന്നു. ഗ്രാമത്തിലും വീട്ടിലും വഴിയോരങ്ങളിലും അവൾക്ക് വിലയില്ലായിരുന്നു. പക്ഷേ മിശികയെ കണ്ടെത്തിയതോടുകൂടെ ആ നാട് മുഴുവൻ അവൾക്കൊപ്പം കൂടിയെന്നാ വായിക്കുന്നത്. ആ പട്ടണം മുഴുവൻ അവൾക്കൊപ്പം അവന്റെ അടുക്കൽ വന്നെന്നാണ് വായിക്കുന്നത്. യേശുവിനെ അറിഞ്ഞാൽ ജീവിതം മാറും സ്നേഹിത. ജീവിതത്തിന്റെ നിറം മാറും സ്നേഹിത. ജീവിതത്തിന്റെ രീതി മാറും സ്നേഹിത. ഈ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും സ്നേഹിത. നിന്റെ അഡ്രസ് മാറും സ്നേഹിത. നിന്റെ ഇമേജ് മാറും സ്നേഹിത. നിന്റെ പ്രൊഫൈൽ മാറും സ്നേഹിത. നിന്റെ ശരീരത്തിന്റെ അവസ്ഥ മാറും സ്നേഹിത. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകൾക്ക് പരിവർത്തനം ഉണ്ടാകും. അവനെ കണ്ടെത്തുക, ക്രിസ്തുവിനെ കണ്ടെത്തുക, ക്രിസ്തുവിനെ കണ്ടെത്തുക. പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ആദമും ഹവ്വയും മത്തിയില കൂട്ടിത്തുന്നി അരയാടയുണ്ടാക്കി കാട്ടുപൊന്തകൾക്കുള്ളിൽ ഒളിച്ചിരുന്നത് പോലെ ഒളിച്ചിരിക്കാതെ നീ പുറത്തു വന്നാൽ നിനക്ക് നഷ്ടപ്പെട്ട ജീവിതം മടക്കി തരാൻ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവിന് കഴിയും. 1, ഒരു സാമൂഹിക പ്രശ്നം നേരിടുന്ന ഒരു സ്ത്രീ. 2, ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. 3-ാമത്തെ വ്യക്തി ഞാൻ നിങ്ങൾക്കും പറഞ്ഞു, രോഗവുമായി ബന്ധപ്പെട്ട് അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. 4-ാമത്തെ വ്യക്തിയാണ് നിക്കോദിമോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മതപ്രമാണിയാണ്. മതത്തിന്റെ എല്ലാ ആചാരങ്ങളെ കുറിച്ച് അറിയാം. സന്നിധി സംഘമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. വലിയ വലിയ സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ആധ്യാത്മിക മണ്ഡലത്തിൽ അദ്ദേഹം ചിന്തിക്കുമ്പോൾ മരണത്തിനപ്പുറമുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മരണത്തിനപ്പുറം എന്നതിനെ കഴിഞ്ഞപ്പുറമായി യഹൂദൻ പ്രതീക്ഷിക്കുന്ന ചിരകാല പ്രതീക്ഷയായ ആ മശിക ഭരണ കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ മതിക്കുന്നത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു പറയുന്ന ഉത്തരത്തിന്റെ അവസാന ഭാഗമാണ് ദൈവദാസൻ നമ്മളോട് വായിച്ചു കേൾപ്പിച്ചത്. അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യതയുണ്ട്. ആ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് യേശു അദ്ദേഹത്തോട് പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവരാജ്യം നീ കാണുക പോലുമില്ല എന്ന് പറഞ്ഞാൽ നീ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിന്റെ മതപശ്ചാത്തലത്തിന്റെ അനുഭവത്തിൽ പിറന്നു വീണതുകൊണ്ട് ഒരിക്കലും നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മറിച്ച് നിനക്കൊരു വീണ്ടും ജനനം ആവശ്യമാണ്. ബോൺ അഗെയിൻ, അനുസരണമാണ് ആവശ്യം. വെള്ളത്താലും ആത്മാവിനാലും ഉള്ളതായ ഒരു പുനർജനനം, വീണ്ടും ജനനം നിനക്ക് ആവശ്യമാണ്. അനുസരണം 1-ാമത്തെ പടി വിശ്വാസമാണെങ്കിൽ 2-ാമത്തെ കാര്യം അനുസരണമാണ്. എൻ്റെ വാക്ക് പാതി വഴി ഞാൻ ഇവിടെ നിർത്തുന്നു. എൻ്റെ വാക്ക് ഞാൻ പാലിക്കുകയാണ്. 2 കാര്യം ഈ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ സമൂഹത്തിന് മുമ്പിൽ ഞാൻ വെക്കുന്നു, വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നു. 2 വഴികൾ നമുക്ക് മുമ്പിൽ ദൈവം ചൂണ്ടിക്കാണിക്കും. 1, അവനെ വിശ്വസിക്കുക. 2, അവനെ അനുസരിക്കുക. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് യേശുവിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ അതേപടി അനുസരിച്ച ശിഷ്യന്മാർക്ക് മുമ്പിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വന്നു. നിറവും ഗുണവും മണമില്ലാത്ത പച്ചവെള്ളം പരിവർത്തനത്തിന്റെ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വിലാപങ്ങൾ ഉയരേണ്ട, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകേണ്ട, നാണക്കേടിന്റെ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് മാറ്റപ്പെടേണ്ട ഒരു കുടുംബം ഉയർക്കൊണ്ടു. പരിവർത്തനങ്ങൾ സംഭവിക്കപ്പെട്ടതുകൊണ്ട് അനുസരിക്കാൻ തയ്യാറായുള്ളവർ ആരുണ്ട്? അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ യേശുവിന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനോട് ജീവിതത്തെ ഒന്ന് ഉടമ്പടി ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യത എന്ന് പറയുന്ന സത്യങ്ങളിലേക്ക്, യേശു എന്ന് പറയുന്ന നിത്യസത്യ വെളിച്ചത്തിലേക്ക്, ബൈബിൾ എന്ന് പറയുന്ന അമൂല്യമായ ആധ്യാത്മിക ഗ്രന്ഥത്തിലേക്ക്, ബൈബിൾ വിഭാവനം ചെയ്ത രക്ഷാപദ്ധതിയിലേക്ക് ഈ സ്നേഹ സമ്മേളനത്തിന്റെ പ്രഥമ രാത്രിയിലെ സംസാരത്തിൽ കൂടെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹ അഭിവാദ്യങ്ങൾ അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. God bless you. God bless you. God bless you.